തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയനായ കോർപ്പിസ്കോപ്പ അച്ഛൻ, വന്യ വൈദികരെ, എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള അമ്മമാരെ, ഈ കഴിഞ്ഞ ക്രിസ്തുമസിൻ്റെ കാലത്ത് വീട്ടിലൊരു ദിവസം അത്താഴമൊക്കെ കഴിഞ്ഞ് ഒരല്പനേരം ഷാലോം TV കാണുകയാണ്. കൂടെ അമ്മ ഇരിപ്പുണ്ട്. ഏതൊരു മനുഷ്യരും അനുഭവിക്കുന്നത് പോലെ സങ്കടത്തിൻ്റെ കയത്തിൽ കഴുത്തറ്റം നിൽക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടിങ്ങനെ TV-യിലെ ആ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പം ഒരു തിരുവചനം മരുഭൂമിയിൽ പെയ്യുന്ന മഴ പോലെ ഇങ്ങനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങാൻ തുടങ്ങി. ഈ പരിശുദ്ധ വേദപുസ്തകത്തിൽ ഇത്രയും മനോഹരമായ ഒരു വചനമുണ്ടെന്ന് എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു. പൊള്ളുന്ന ജീവിത ഇടങ്ങളിലേക്ക് അതിങ്ങനെ പെയ്തിറങ്ങി തണുപ്പും ബലവും തരാൻ തുടങ്ങി. തൃപ്തിയോടെ ആ പ്രഭാഷണം അവസാനിച്ച് ഉറങ്ങാൻ കിടന്നു. അതിൻ്റെ ബലം ഇന്ന് വരെയും വഴി നടത്തുന്നത് കൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആ ഒരു തിരുവചനം പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചതാവാം, കേട്ടതാവാം. ആ വചനം ഇപ്രകാരമാണ്: അത്തിവൃക്ഷം കായ്ക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങൾ ലഭിക്കുന്നില്ലെങ്കിലും, ഒലിവ് വിളതരുന്നില്ലെങ്കിലും, വയലുകൾ ധാന്യം നൽകുന്നില്ലെങ്കിലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, തൊഴുത്തിൽ പശുക്കൾ നഷ്ടമായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. ഒരു നഷ്ടങ്ങളുടെ ഒരു വലിയ വിവരപ്പട്ടിക വായിച്ചിട്ടാണ് ഈ വചനം പറയുന്നത്. അത്തിവൃക്ഷം പൂക്കാതിരിക്കട്ടെ, കുഴപ്പമില്ല. മുന്തിരി ഫലം നൽകാതിരിക്കട്ടെ, കുഴപ്പമില്ല. ഒലിവ് കായ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഓമനിച്ച് വളർത്തുന്ന എൻ്റെ ആലയിലെ ആടുകൾ അറ്റുപോകട്ടെ, കുഴപ്പമില്ല. എൻ്റെ ഉപജീവനത്തിൻ്റെ പശുക്കിടാങ്ങളും പശുക്കളും നഷ്ടമാകട്ടെ, കുഴപ്പമില്ല. ഞാൻ കർത്താവിൽ ആനന്ദിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ വേദപുസ്തകത്തിൽ ഒരു നെഗറ്റീവ് രീതിയിലാണ് ഇത് കിടക്കുന്നത്. ഒരു ശിക്ഷയുടെ വചനം പോലെ കിടക്കുന്നത്. അത്തിവൃക്ഷം പൂക്കത്തില്ല, മുന്തിരി തളിർക്കത്തില്ല, അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിലല്ല ശരിക്കും ഈ വചനം കിടക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥമായ പരിഭാഷയിൽ തോ ദ ഫിഗ് ട്രീ ഡിഡ് നോട്ട് ബോസം എന്ന് പറഞ്ഞ് കിടക്കുന്നത്. തോ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഗ്രാമറ്റിക്കൽ ഭാഗം ചേർത്തിട്ടുണ്ട്. അതായത് ഇല്ലെങ്കിലും അല്ലെങ്കിൽ എങ്കിലും എന്ന് പറയുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയാം. നിങ്ങളത് ആ ഒരു ശ്രദ്ധയോടെ വേണം വായിക്കാൻ. എൻ്റെ ഉപജീവനത്തിൻ്റെ വഴി അടഞ്ഞാലും, എൻ്റെ ഓമന മൃഗങ്ങൾ നഷ്ടമായാലും, ഞാൻ പട്ടിണി കിടന്നാലും, ഈ എന്നാലും എന്നൊരു പ്രയോഗമുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഇതൊക്കെ സംഭവിച്ചാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. പഴയ നിയമത്തിൽ എനിക്ക് തോന്നുന്നു 3 അധ്യായങ്ങൾ വരുന്ന ഒരു പ്രവചനമാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം. ഒരു പരാതിയോടെ ആരംഭിക്കുന്ന ഒരു പുസ്തകമാണ്. ദൈവത്തോടൊരു പരാതിയാണ് പ്രവാചകൻ ആദ്യം പറയുന്നത്. കർത്താവേ, നീ ഇതൊന്നും കാണുന്നില്ലേ? അക്ഷരാർത്ഥത്തിൽ നാടും നഗരവും വീടും മനുഷ്യരും എല്ലാം നശിച്ച് തകർന്നിരിക്കുന്നൊരു സമയം, ശത്രുഭയത്തിലിരിക്കുന്നൊരു സമയത്താണ് പ്രവാചകൻ പ്രാർത്ഥന ആരംഭിക്കുന്നത് പരാതിയോടെ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അല്ലേ? താങ്ങാനാവാത്ത നൊമ്പരങ്ങളോടെ പള്ളി വന്നിരിക്കുമ്പം കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? നമ്മൾ എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു, കർത്താവ് ഇത് കാണുന്നില്ലയോ? ഹബക്കൂക്ക് പ്രവാചകൻ ഈ ചോദ്യത്തോടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരു പ്രതികരണം നടത്തുന്നു. അതിനുശേഷം കർത്താവിൻ്റെ ഒരു മറുപടി കിട്ടുന്നു. അതിൻ്റെ ശേഷം ഈ പ്രവാചകൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അവസാനം ഈ പുസ്തകം അവസാനിക്കുന്നിടത്ത് കാണുന്ന വചനമാണിത്: എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള അമ്മമാരെ, ഈ ഒരു വചനത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്താണെന്നറിയാമോ? എല്ലാ തരത്തിലും അക്ഷരാർത്ഥത്തിൽ യഹൂദ ജനത തകർന്നിരിക്കുന്നൊരു സമയമാണ്. ആ തകർച്ചയുടെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ദൈവത്തെ അറിയാതെ, സ്വന്തം പ്രജകളോട് സ്നേഹമില്ലാതെ അവരോട് ക്രൂരമായി പെരുമാറുന്ന രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിക്കുന്ന ഒരു കാലമാണ്. ദുഷ്ടരാജാക്കന്മാരിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥനയൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിലുണ്ടല്ലോ. അതേപോലെ തന്നെ സമീപ പ്രദേശമായ ബാബിലോണില്
നെബൂഖദ്നേസർ രാജാവ് അധികാരത്തിൽ വരികയും ഇസ്രായേൽക്കാരെ വീണ്ടും അടിമകളാക്കാൻ പോവുകയും ചെയ്യുന്നൊരു സമയമാണ്. എല്ലാം കൊണ്ടും തകർന്നിരിക്കുകയാണ്. ഈ രാജാക്കന്മാരുടെ ദുർഭരണം കൊണ്ടായിരിക്കണം ഇവരുടെ കാർഷിക വിളകൾക്ക് നഷ്ടമുണ്ടാകുന്നു, പട്ടിണിയിലേക്ക് പോകുന്നു, യെരൂശലേം ദേവാലയത്തിൽ ആരാധന മുടങ്ങിയിരിക്കുന്നു, ദൈവത്തെ അറിയാത്ത മനുഷ്യർ വരുന്നു. എല്ലാം കൊണ്ടും കഷ്ടതയുടെ തീച്ചൂളയിൽ, കഷ്ടതയുടെ താഴ്വരയിലായിരിക്കുന്ന ഒരു സമയത്താണ് ഈ പ്രവാചകന്റെ ഈ പ്രാർത്ഥനയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഹബക്കൂക്ക് പ്രവാചകനെ പറ്റി 2 പാരമ്പര്യമാണുള്ളത്. ഒന്ന്, അദ്ദേഹം ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ട് യെരൂശലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത ഒരു പുരോഹിതനാണ് എന്നൊരു പാരമ്പര്യമുണ്ട്. അദ്ദേഹം പുരോഹിത ശുശ്രൂഷ ചെയ്ത ഒരാളാണെന്ന് പറയപ്പെടുന്നു. മറ്റൊരു പാരമ്പര്യം എന്ന് പറയുന്നത് ഹബക്കൂക്ക് പ്രവാചകൻ തന്നെയായിരുന്നു. ഇങ്ങനെ 2 പാരമ്പര്യങ്ങളിലാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം കിടക്കുന്നത്. പഴയ നിയമം മുഴുവൻ വായിക്കുമ്പോൾ നമുക്കറിയാം ഈ ജീവിതത്തിലെ അപ്രതീക്ഷിത അടികൾ കിട്ടുമ്പം ഇസ്രായേൽക്കാരെങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം തന്നെ ബഹുമാനീയരായ വൈദികർ ഇസ്രായേൽ ജനത്തിന്റെ ചില സ്വഭാവ സവിശേഷതകളൊക്കെ പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സങ്കടങ്ങൾ നേരിടാം, അപ്രതീക്ഷിത സങ്കടങ്ങളെ നേരിടാൻ നമുക്കങ്ങോട്ട് പറ്റുന്നില്ല. അല്ലാതുള്ള എന്തും നമുക്ക് നേരിടാം. ജീവിതത്തിൽ ദൈവം വെച്ച് വിളമ്പുന്ന എന്ത് സങ്കടങ്ങളെയും നേരിടാനുള്ള ബലമുണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ അപ്രതീക്ഷിത സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാബിലോൺകാരൊക്കെ യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഒരു വലിയ സൈന്യം ഇങ്ങോട്ട് വന്ന് തകർത്തു വാരിക്കൊണ്ടാണ് പോകുന്നത്. ഇവരെ മുഴുവൻ അടിമകളാക്കി കഷ്ടതയുടെ നാടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. ഇങ്ങനെ കഷ്ടദുരിതങ്ങളിലായിരിക്കുമ്പം ഹബക്കൂക്ക് പ്രവാചകൻ മാത്രമാണ് പറഞ്ഞത്, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. പക്ഷെ ബാക്കി ഇസ്രായേൽക്കാരെന്താണ് ചെയ്തത്? അബ്രഹാമിന്റെ കാലം മുതൽ, മോശയുടെ കാലം മുതൽ, ദാവീദിന്റെ കാലം മുതൽ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ വരുമ്പോൾ ഇസ്രായേൽക്കാരെന്താണ് സ്നേഹമുള്ളവർ ചെയ്തത്? നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ അല്പം കൂടെ വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും. ഇസ്രായേൽക്കാരും മിസ്രയീമിൽ നിന്ന് യാത്ര തുടർന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്ര തുടങ്ങിയപ്പം മുതൽ പരാതിയാണ്. ഞങ്ങൾക്ക് അവിടെ ഇറച്ചി കഴിക്കാനുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ ഇറച്ചിക്കലങ്ങളുടെ അരികിലിരുന്ന് ആനന്ദിച്ചവരാണ്, ഞങ്ങൾക്കവിടെ സുഖമായിരുന്നു. കൊടിയ ദുരിതത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരികയാണ്. തുടങ്ങിയപ്പോൾ മുതൽ പരാതിയാണ്. പരാതി കേട്ട് ഏറ്റവും സൗമ്യനായ മോശ ദൈവസന്നിധിയിൽ ഈ പരാതി ഇങ്ങനെ ദൈവത്തോട് പങ്കുവെച്ച് ദൈവം അതിന് പരിഹാരം കൊടുത്ത് ഇങ്ങനെ യാത്ര മുൻപോട്ട് പോകുമ്പം ഒരു തിരുവില് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കാനായി പർവ്വതത്തിലേക്ക് കയറി പോകുന്നുണ്ട്. മോശ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി 40 ദിനരാത്രങ്ങൾ അവിടെ ചെലവഴിക്കുമ്പം ഈ മനുഷ്യർക്ക് വീണ്ടും സംശയം, ശരിക്കും ഞങ്ങളെ വിളിച്ചത് ദൈവം തന്നെയാണോ? നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തു, പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തിന്റെ തിക്താനുഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കും തോന്നും, ദൈവമാണോ ഇത് നമുക്ക് ഈ വഴിയിലേക്ക് വിട്ടത്? ഇസ്രായേൽക്കാർക്ക് അങ്ങനെ ഒരു സന്ദേഹം വന്നപ്പോൾ ഒരു അഹറോനോട്, പുരോഹിതനോട് പറഞ്ഞു, ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന മോശയ്ക്ക് എന്ത് പറ്റിയെന്നറിയത്തില്ല, ഞങ്ങൾക്ക് ആരെ വേണം? ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം. അഹറോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. ഇത് ഇസ്രായേൽ മക്കളുടെ ഒരു സ്വഭാവമാണ് സ്നേഹമുള്ളവരെ. കഷ്ടതകൾ വരുമ്പം കാളക്കുട്ടിയിലേക്ക് തിരിഞ്ഞുപോകും. വളരെ ശ്രദ്ധിക്കാൻ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ജീവിതത്തിൻ്റെ ദുരിതമുഖങ്ങളിൽ നമ്മൾ കാളക്കുട്ടികളുടെ പിന്നാലെ പോയിട്ടുണ്ടോ? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ മേഘാരൂഢനായി ഇറങ്ങി വന്ന് മോശയോട് മുഖാമുഖം ആ തേജസ്സിൽ സംസാരിക്കുന്ന ദൈവത്തെ മറന്ന് താൽക്കാലിക സുഖഭോഗത്തിന്റെ കാളക്കുട്ടികൾക്ക് പിന്നാലെ സന്തോഷിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്ക് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. കുറച്ച് ഒരു ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെയൊക്കെ പള്ളികളിൽ പെരുന്നാളിന് ചെമ്പെടുപ്പുണ്ടല്ലോ അല്ലേ? ചെമ്പെടുപ്പിനുണ്ടാവുന്ന ആൾക്കൂട്ട് വന്നുകൊണ്ട് ഞായറാഴ്ച പ്രഭാത നമസ്കാരത്തിന്റെ കൗമ ചൊല്ലുമ്പം ആ പള്ളി കാണുന്നില്ല. ദീപശിഖ പ്രയാണത്തിനും വാഹനജാഥയ്ക്കും ഉണ്ടാകുന്ന ആൾത്തിരക്ക് എന്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും കുർബാന അനുഭവിക്കുന്ന ആ മുൻപോട്ട് കടന്നു വരുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ കാണുന്നില്ല? സൗഖ്യത്തിന് വേണ്ടി പരുമല കൊടിയേറുമ്പം വെറ്റയെറിയാൻ പോകുന്നവരുടെ ആൾത്തിരക്ക് എന്തുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി തൈലാഭിഷേകം ചോദിച്ച് അച്ഛൻ്റെ അടുക്ക ചെല്ലുന്ന ആ ഒരു തിരക്ക് നമ്മൾ കാണുന്നില്ല?
ഒരു സമുദായ ശക്തി തെളിയിക്കാൻ വേണ്ടി കോട്ടയത്തോ എറണാകുളത്തോ എവിടെയെങ്കിലും ഒരു മഹാസമ്മേളനം സംഘടിപ്പിച്ചാൽ അവിടെ തടിച്ചുകൂടുന്നത് 10,000-ങ്ങളാണെങ്കിൽ ധനഹായിക്ക് പള്ളി വരുന്നത് 4 പേര്. കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പം രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തിരുമുഖത്ത് നിന്ന് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ജീവിതവും നമ്മുടെ ചിന്തകളും വഴിതെറ്റിക്കുന്ന കാളക്കുട്ടികൾ നമുക്കിടയിലുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ മക്കൾക്ക് തലപൊക്കാൻ പറ്റാത്ത വേദനകളിലൂടെ കടന്നു പോകുമ്പം അവർ ചെയ്ത ആദ്യത്തെ പാതകം താൽക്കാലിക ദൈവങ്ങളുടെ പിന്നാലെ, ആശ്വാസങ്ങളുടെ പിന്നാലെ, വിഭ്രമങ്ങളുടെ പിന്നാലെ, ആരവങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. മറ്റൊരു പിഴവ് കൂടെ യഹൂദന്മാർക്ക് സംഭവിക്കുന്നുണ്ട്. കൊടിയ ദുരിതം വരുമ്പം അവർ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും മറവി നമുക്കൊരു അനുഗ്രഹമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട അമ്മ അല്ലെങ്കിൽ ഒരു അമ്മച്ചി, ആ വനിതയെ ഓർത്ത് നിങ്ങൾ എന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതം സുഖകരമാവോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു മകൻ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു ജീവിത പങ്കാളി, നിങ്ങൾ ആ ഓർമ്മകളിൽ നിന്ന് പുറത്തു കിടക്കുന്നത് ഈ മറവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. മറവി ഒരു അനുഗ്രഹമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്പനുഭവങ്ങളെ മറവി ഇങ്ങനെ സുഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ചിലയിടങ്ങളിൽ മറവി വല്ലാത്തൊരു പാതകമാണ്. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ മക്കൾ ആരെയാണ് മറന്നുപോയത്? ഇസ്രായേൽ മക്കൾ ദൈവത്തെയാണ് മറന്നുപോയത്. ഇസ്രായേൽ മക്കൾ ദൈവം ചെയ്ത നന്മ, ദൈവം ചെയ്ത അനുഗ്രഹം ഒരു നിമിഷം കൊണ്ട് മറന്നുപോകും. ജീവിതത്തിലൊരു സങ്കടം വന്നാൽ ആ സ്പോണ്ടേനിയസ് ആയിട്ട് ഇതുവരെ ദൈവം വഴി നടത്തിയതിനെ അങ്ങ് മറക്കും. ഇസ്രായേൽക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണല്ലോ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എന്ന് പറയുന്നൊരു പ്രാർത്ഥന. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നൊക്കെ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവർ ഈ ദൈവം നടത്തിയ വഴികളെ മറന്നു പോകുന്നത്? ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടും കൂടെ ഞാൻ ചോദിക്കാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താണ്? ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞില്ല, ഞങ്ങളെല്ലാം ഇന്ന് ഈ പള്ളി പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോഴും ഒരുപാട് പേര് പുറത്ത് അലയുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിന്ന് ഈ പള്ളിക്കകത്ത് വന്നിരുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ ദേവാലയത്തിനുള്ളിൽ ഇരിക്കുമ്പോഴും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ചോദിക്കട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അല്ലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഒരു 60, 70, 80 വയസ്സുള്ളവരോടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് കിട്ടിയ സമ്പത്തോ, നിങ്ങൾ പണിത വീടോ, നിങ്ങൾ നേടിയ ബിരുദങ്ങളോ ഒന്നും പറയണ്ട. ഓരോ ദിവസവും നേരം വെളുത്തെഴുന്നേൽക്കുമ്പം പരസഹായമില്ലാതെ നിങ്ങളുടെ 2 കാലുകൾ നിങ്ങൾക്ക് കട്ടിലേന്ന് താഴെ കുത്താൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നിവർന്ന് നിന്നിട്ട് വേറൊരു മനുഷ്യൻ നിങ്ങളുടെ ബ്രഷിൻ്റെ അറ്റത്ത് പിടിക്കാതെ തനിയെ പല്ല് തേച്ച് നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ ഈ 60-ാം വയസ്സിലും 70-ാം വയസ്സിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അതാണ് ദൈവം ചെയ്ത നന്മ. സ്നേഹമുള്ളവരെ, കിടക്കുന്ന കിടക്കയിൽ വിസർജ്യങ്ങൾ പോയി മറ്റു മനുഷ്യൻ വന്ന് ശുചിയാക്കാൻ വേണ്ടി കാത്ത് കിടക്കയിൽ കിടന്ന് പുറം പൊട്ടിക്കിടക്കുന്ന മനുഷ്യരെ ഇടയ്ക്ക് ചിന്തിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഈ ഒരു ഗുണമാണ്, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത എന്ന് പറയും. വിശുദ്ധ കുർബാനയുടെ അനാഫോറകളിലും പ്രൊമിയോനുകളിലും ആവർത്തിച്ചു വരുന്നൊരു വാക്കാണ് കൃതജ്ഞത എന്ന് പറയുന്നൊരു വാക്ക്. കർത്താവ് എന്തെല്ലാം ചെയ്തു ജീവിതത്തിൽ. നിങ്ങളൊരു 4-5 A4 സൈസ് പേപ്പർ മേടിച്ച് വെച്ചിട്ട് ഇന്ന് വീട്ടിൽ പോയിരുന്ന് വെറുതെ എഴുതി, കറിക്കരിഞ്ഞ് കഴിഞ്ഞ് പാത്രം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് സീരിയലിൻ്റെ ബ്രേക്കിൻ്റെ സമയത്തായാലും മതി, നിങ്ങളൊന്ന് എഴുതി ദൈവം ചെയ്ത നന്മ, കണ്ണിൻ്റെ കാഴ്ച, ചെവിയുടെ കേൾവി, ജീവിത പങ്കാളി, മക്കള്, മഴയത്ത് മഴ നനയാതിരിക്കാൻ ഒരു വീട്. നിങ്ങൾ 5 പേപ്പറിലും 100 പേപ്പറിലും നിങ്ങൾ നിർത്തത്തില്ല. ചെറുതും വലുതുമായി സർവശക്തൻ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തരുന്ന സ്നേഹത്തിൻ്റെ പേമാരിയെ പറ്റി എഴുതി നിങ്ങൾ തീരത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു സങ്കടം വരുമ്പോൾ നമ്മളിത് മറന്നു പോകുന്നത്? ഇതൊരു മറവി അത്ര സുഖകരമല്ല. ഇസ്രായേൽ മക്കൾ ഇത് മറന്നു പോകുന്നുണ്ട്. ഒരു സമൂഹം മുഴുവൻ ഇത് മറന്നു പോകുന്നുണ്ട്. കരുവേലകങ്ങളുടെ ചുവട്ടിൽ ദുഷ്ടപ്രതിഷ്ഠകൾക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി ഇവർ കയറി പോകുന്നുണ്ട്. വിഗ്രഹങ്ങളുടെ പിറകെ പോകുന്നുണ്ട്. സുഖലോലുപതയുടെ പിറകെ പോകുന്നുണ്ട്. വചനം മറക്കുന്നുണ്ട്. ഇങ്ങനെ കൊടിയ ദുരിതങ്ങളുടെ ഇടയിൽ കർത്താവിനെ മറന്ന്, പിതാക്കന്മാരുടെ വഴി മറന്ന്, ദൈവം ചെയ്ത നന്മ മറന്നൊരു സമൂഹം നിൽക്കുമ്പോഴാണ്
ഹബക്കൂക്ക് പ്രവാചകൻ ഒരു 3 അധ്യായത്തിലെ മനോഹരമായ ഒരു പ്രതിഷേധവും ഒരു പ്രാർത്ഥനയും നമ്മുടെ മുമ്പിൽ തരുന്നത്, അത്തിമരം പൂക്കാതിരിക്കട്ടെ, മുന്തിരി കായ്ക്കാതിരുന്നോട്ടെ, ഒലിവ് ഫലം നൽകാതിരുന്നോട്ടെ, എൻ്റെ ഉപജീവനം നഷ്ടപ്പെട്ടുകൊള്ളട്ടെ, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ബാബിലോൺകാരെന്നെ പിടിച്ചുകൊണ്ടു പോകട്ടെ, ഞാനും എൻ്റെ മക്കളും അടിമയിലായിക്കൊള്ളട്ടെ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ കർത്താവിൽ ആനന്ദിക്കും. സ്നേഹമുള്ള അമ്മമാരെ, പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇത്. യഹൂദരെ സംബന്ധിച്ച് അത്തിമരം, അത്തിപ്പഴങ്ങളെന്ന് പറയുന്നത് അവരുടെ അന്നമാണ്. നമ്മളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പം കൊണ്ടുവരുമ്പം നമ്മൾ ഈ നേരം പോക്കിന് കഴിക്കുന്ന മധുരപലഹാരമാണെങ്കിൽ അവർക്കത് അന്നമാണ്. നമ്മുടെ ചോറിനോട് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ചപ്പാത്തിയോടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ താരതമ്യം ചെയ്ത് മനസ്സിലാക്കി, അവരുടെ അന്നമാണ്. അന്നം നഷ്ടപ്പെടുന്ന ഒരു കാലം. മുന്തിരിയുടെ വീഞ്ഞ്, മുന്തിരിയുടെ ചാറെന്ന് പറയുന്നത് പ്രധാന ഉപജീവനവും ആഹാരത്തിൻ്റെ ഒരു പങ്കുമാണ്. അതും നഷ്ടപ്പെടുന്നു. ഒലിവും ഒലിവെണ്ണയും അങ്ങനെ തന്നെ. ആലയിലെ ആടും തൊഴുത്തിലെ പശുക്കിടാക്കളും അങ്ങനെ തന്നെ. ഉപജീവനത്തെയും അന്നത്തെയും ആരോഗ്യത്തെയും സമ്പത്തിനെയും ഒരുപോലെ ദുരിതം കടന്നു പിടിച്ചാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമല്ല. സ്നേഹമുള്ളവരെ, ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാ, എത്ര സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാ നമ്മളെല്ലാം. കർത്താവ് നിന്നെ ഇന്നും സ്നേഹിക്കുന്നു എന്ന് ഞാനിവിടെ ഇരുന്നൊരു 3 വട്ടം പറഞ്ഞാൽ നിശ്ചയമായിട്ടും കണ്ണ് ഈറനണിയുന്ന അമ്മമാരെൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. എത്ര ദുരിതങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാ നമ്മളെല്ലാം. ഈ മനുഷ്യൻ എന്ന ജീവിക്ക് എന്തെല്ലാം പ്രത്യേകത ഉള്ളൂ. ഞാൻ ജീവി എന്ന് തന്നെ പറയുന്നത്. മറ്റ് ജീവജാലങ്ങളിലെ ഒരു ജീവി പോലെ നമ്മൾ കണ്ടാൽ, കരഞ്ഞുകൊണ്ട് പിറക്കുന്ന ഒരു ജീവി ഇതുപോലെ വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. കരഞ്ഞുകൊണ്ട് പിറക്കുകയും കരച്ചിലിൽ തുടരുകയും കരഞ്ഞുകൊണ്ട് തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന നല്ലൊരു ശതമാനം ജീവിതങ്ങളാണ് നമ്മുടെ ഇടയിലല്ല. എത്ര വിസ്മയമാണ് ഈ മനുഷ്യനെന്ന് പറയുന്നത്. നമ്മുടെ ശരീരം എത്ര വിസ്മയമാണ്. നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ, നേർത്ത ഞരമ്പുകളെല്ലാം ഇങ്ങനെ നിവർത്തി വെച്ചാൽ എത്ര കിലോമീറ്റർ, 4-5 കിലോമീറ്ററുകളുടെ ദൂരം നൽകാൻ തക്ക ദൈർഘ്യദൂരമുള്ള ഞരമ്പുകളാൽ നമ്മളെ പടച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തൊരു വലിയ വിസ്മയമാണ് നമ്മളെന്ന് ഓർക്കണം. നമ്മുടെ മനസ്സ് എത്ര വിസ്മയം നിറഞ്ഞതാണ്. ഇന്ന് എത്ര ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ ജീവൻ ഒടുക്കുന്ന മനുഷ്യർ എത്രത്തോളം വർദ്ധിക്കുന്ന അറിയാം നമ്മുടെ സമൂഹത്തിൽ. ആത്മഹത്യ എന്നൊരു പദമൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ 10-30 വർഷങ്ങൾക്ക് മുമ്പ് അത്ര സ്വാഭാവികമായൊരു പദമല്ല ഈ ജീവൻ ഒടുക്കുക എന്ന് പറയുന്നൊരു പദം, ആത്മഹത്യ എന്ന് പറയുന്നൊരു പദം. ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ആഹരിക്കുകയും ഇണചേരുകയും വേട്ടയാടുകയും ജീവിക്കുകയും ചെയ്യുന്ന ജീവജാലങ്ങളിൽ മനുഷ്യനല്ലാതെ ഒരൊറ്റ മൃഗവും ആത്മഹത്യ ചെയ്യുന്നില്ല. കാക്ക ആത്മഹത്യ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? തെരുവ് പട്ടി സൂയിസൈഡ് ഇത് കേട്ടിട്ടുണ്ടോ നമ്മൾ? സർവശക്തൻ ഉള്ളിൽ കൊളുത്തി വെച്ച ജീവന്റെ തിരിനാളത്തെ സങ്കടം വരുമ്പം കെടുത്തിക്കളയാൻ തുനിയുന്ന ആ പ്രതിഭാസത്തിന്റെ പേരുമാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. കൊലക്കയറിന് വേണ്ടി കൈ ഇങ്ങനെ നീണ്ടുപോകും, ബ്ലേഡിലേക്ക് കരം നീളും, മണ്ണെണ്ണയിലേക്ക് കരം നീളും. ഒരു നിമിഷത്തെ തോന്നലാണ്. ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്ന ആ ഒരു ആ നില മറക്കുമ്പോഴുള്ള അവസ്ഥ. സങ്കീർത്തനങ്ങളിൽ പറയുന്നില്ല, ദൈവത്തെക്കാൾ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താണ ഈ മഹത്വമേറിയ അവസ്ഥയിൽ നിന്ന് നിഷ്പ്രയോജനമായി നിമിഷ നേരം കൊണ്ട് ഹീനാവസ്ഥയിലേക്ക് പോകുന്നവരാണ് നമ്മൾ. നമ്മുടെയൊക്കെ ലോക ചരിത്രത്തിൽ നരഭോജികളായ മനുഷ്യർ എത്രയധികം ഉണ്ടായിട്ടുണ്ട്. കാനബോലിസം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവരെഴുതി വെച്ച ചരിത്ര രേഖകൾ, അവർക്ക് അതിൻ്റെ വിവരണമുണ്ട്. ലോകത്ത് ഏതിറച്ചിയെക്കാട്ടിലും രുചികരം മനുഷ്യൻ്റെ ഇറച്ചിയാണെന്നൊക്കെ എഴുതി വെക്കുന്ന ചരിത്ര രേഖകളിൽ നരഭോജികൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, നരബലികൾ നടക്കുന്നുണ്ട്. എന്തെല്ലാം സങ്കീർണത നിറഞ്ഞ ജീവിതാവസ്ഥയുടെ പേരാണ് ഈ മനുഷ്യനെന്നുള്ളതറിയാമോ? ഒരേ സമയം കരയുകയും ആ കരച്ചിൽ കവിളിക്കൂടെ ഒഴുകുമ്പം തന്നെ ചിരിക്കുകയും ചെയ്യാൻ പറ്റും. ചിരിച്ചുകൊണ്ട് തന്നെ കഴുത്തിറക്കാൻ പറ്റും. പുറമെ 4 പേരുടെ മുമ്പിൽ നന്മ പറഞ്ഞുകൊണ്ട് വീടിനുള്ളിൽ പോയിട്ട് കുറ്റം പറയാൻ പറ്റും. ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ടവൻ ഒരു വീട് വെച്ച് കൊടുത്താൽ അത് ഫോട്ടോ എടുത്ത് യാതൊരു എളുപ്പമില്ലാതെ പത്രത്തിൽ കൊടുക്കാൻ പറ്റും. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുതെന്ന തിരുവചനത്തെ നിസ്സാരമായിട്ട് മറന്ന് ക്രൈസ്തവ ജീവിതത്തിന്റെ എല്ലാ ആത്മസത്തയും മറന്ന് ഇങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റും. ഇതൊരു വിസ്മയമാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള ഈ മനുഷ്യന് തിക്ത അനുഭവങ്ങൾ വരുമ്പം എന്താണ് ഈ മനുഷ്യർക്ക് സംഭവിക്കുന്നത്? എല്ലാ മനുഷ്യർക്കും ഹബക്കൂക്കിനെ പോലെ ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്ന് പറയാൻ പറ്റുന്നുണ്ടോ?
ജീവിതത്തിൽ മനുഷ്യർ നേരിടുന്ന തിക്താനുഭവങ്ങൾ അവരുടെ മനസ്സിനെ ബാധിക്കും. സ്നേഹമുള്ളവരെ, ഞാനിത് വലിയ കാര്യമായിട്ട് ഇവിടെ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 10-50 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച നിങ്ങൾക്കറിയാം. തൊടുപുഴയിലെ ന്യൂമാൻസ് കോളേജിൽ TJ ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ജോസഫ് സാർ. അദ്ദേഹത്തിൻ്റെ ജീവിതം കുറച്ചുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടുത്തം കിട്ടും. ന്യൂമാൻസ് കോളേജിൽ ഈ ജോസഫ് സാറ് മലയാള അധ്യാപകനാണ്. അദ്ദേഹത്തിന് സലോമി എന്ന് പറയുന്നൊരു ഭാര്യയുണ്ട്, ഒരു ജീവിത പങ്കാളിയുണ്ട്, 2 മക്കളുണ്ട്. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ന്യൂമാൻസ് കോളേജിൽ മലയാള അധ്യാപകനായി ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയം കൂടുതൽ ആധുനിക രീതിയിൽ ചിന്തിക്കുകയും ഭാഷയെ സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ട് കോളേജിലെ കുട്ടികളുടെ പരീക്ഷയിൽ ഒരു ദിവസം ചോദ്യപേപ്പറിൽ ഈ മനുഷ്യൻ ഒരു ചോദ്യം എഴുതി. ദൈവവും ഒരു മനുഷ്യനും തമ്മിലുള്ള സംഭാഷണം, 2 വരി തീരുന്ന ഈ സംഭാഷണത്തിൽ കുറച്ച് വൈകല്യങ്ങളോ വികൃതങ്ങളോ ഉണ്ടെന്ന് മനസ്സിലാക്കി കുറച്ച് മതതീവ്രവാദികളായിട്ടുള്ള മനുഷ്യര് അതിനെതിരെ ലഹള പുറപ്പെടുവിക്കുകയും ഈ ചോദ്യപേപ്പർ എഴുതിയുണ്ടാക്കി മനുഷ്യന്റെ കൈപ്പത്തി വെട്ടിക്കളയുകയും ചെയ്തു. നമ്മളത് വായിച്ചാണ്. ഒരു ഞായറാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു. പള്ളിയിലേക്കോ മറ്റോ പോവുകയോ പള്ളിയിൽ നിന്ന് വരികയോ ചെയ്യുന്നൊരു സമയം അദ്ദേഹത്തെ വളഞ്ഞിട്ടിട്ട് കൈപ്പത്തി അറ്റുമാറ്റുന്നുണ്ട്. അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയൊരു പുസ്തകം തന്നെ ഉണ്ട്. കൈപ്പത്തിയറ്റ് ചോര വാർന്ന ഈ മനുഷ്യൻ റോഡിൽ കിടക്കുന്ന സമയം ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ് ഒരു കൈപ്പത്തി ഇങ്ങനെ ചെറിയ ചലനത്തോടെ മണ്ണി പുരണ്ട് കിടക്കുന്ന കാണുന്നത്. കുറച്ചുപേര് വന്നൊരു വട്ടയിലെടുത്ത് പൊതിഞ്ഞ് പിന്നാലെ ഓടി അതും ആശുപത്രി കൊടുത്തു. ഒരുപാട് മുൻപോട്ട് കുതിച്ച നമ്മുടെ സാങ്കേതിക വിദ്യകൾ, നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ ഗുണം കൊണ്ട് ആ കൈപ്പത്തി തുന്നിച്ചേർത്തു. എന്നിട്ടും വലിയ ചലനങ്ങളില്ലാതെ ഇന്നും മനുഷ്യന്റെ ശരീരത്തിൽ അതുണ്ട്. കാര്യങ്ങളുടെ ദുരിത പ്രവാഹം അവിടെ തീരുന്നില്ല. ഇതേ തുടർന്ന് വലിയ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ലഹളകളും ഉണ്ടായി. നിങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങളിൽ കൂടെ അറിയാം. ഈശ്വര നിന്ന എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവങ്ങൾ അരങ്ങേറി. പക്ഷെ ആ മനുഷ്യനെ ഏറ്റവും തളർത്തി കളഞ്ഞത് അദ്ദേഹം ജോലി ചെയ്തിരുന്ന ക്രൈസ്തവ മാനേജ്മെന്റ് കോളേജിൽ നിന്ന് പുറത്താക്കി. മനുഷ്യന് ശമ്പളം കൊടുക്കാതെ, ജോലി തിരിച്ചെടുക്കാതെ കൂടി നടന്ന പള്ളി ഉൾപ്പെടെയുള്ളൊരു സമൂഹം വല്ലാത്തൊരു ഒറ്റപ്പെടുത്തലിലേക്ക് മനുഷ്യനെ വലിച്ചഴിച്ചു. സ്വന്തം ഭർത്താവിനെ നേരിട്ട് ഈ ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ശലോമിയാണ്. ഒരു വിഷാദ രോഗിണിയായി. അവരതിൻ്റെ മരുന്നുകൾ കഴിച്ചു തുടങ്ങി. ഒരു വൈകുന്നേരം ആരോടും യാത്ര പറയാതെ പെട്ടെന്ന് കുളിമുറിയിൽ ഇവർ ജീവനൊടുക്കി. ദുരിതങ്ങളുടെ നിലയ്ക്കാത്തൊരു പ്രവാഹം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പെയ്തപ്പോഴെന്താ സംഭവിച്ചതെന്നറിയാമോ? മനസ്സിൽ നിന്ന് അയാൾ കുഞ്ഞുനാൾ മുതൽ രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന ദൈവസ്നേഹവും ഈശ്വര ചിന്തകളും എല്ലാം അപ്പാടെ പിഴുതു മാറ്റപ്പെട്ടുപോയി. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമല്ല, ഒരു ചിന്താസരണിയാണല്ലോ ഈ നിരീശ്വരവാദത്തിന്റെ ഒരു ചിന്താസരണി ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ലിറ്റ്മസ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇടത്ത് അവരിങ്ങനെ ദൈവനിഷേധത്തിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ പ്രധാന പ്രഭാഷകൻ ഈ മനുഷ്യനാണെന്ന് പറയുമ്പം ജീവിതത്തിലെ സങ്കടങ്ങൾ എങ്ങനെ ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്നത് പോലെ എളുപ്പമല്ല ഹബക്കൂക്ക് പ്രവാചകന്റെ ഈ പ്രാർത്ഥന. എന്തും സംഭവിക്കട്ടെ, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കാമെന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. സ്നേഹമുള്ളവരെ, കുരിശുമരണത്തിന്റെ തലേ രാത്രിയിൽ കർത്താവിനോട് അങ്ങനെ ഒരാൾ പറഞ്ഞായിരുന്നു, കർത്താവെ നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട, ചാകാനാണെങ്കിൽ ചാകാൻ നിന്റെ കൂടെ ഞാനുണ്ട്. വളരെ സൗമ്യമായിട്ട് യേശു ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, പാതിരാ കോഴി കൂവല്ലോ 3 വട്ടം, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, ആ കൂവല് പൂർത്തീകരിക്കുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പറയും. ഒന്നും അത്ര നിസ്സാരമല്ല. പടയാളികൾ ഇങ്ങോട്ട് വന്ന് കർത്താവിന്റെ കരണത്തൊരടി അടിക്കുന്നത് കേട്ടപ്പോഴേ ഈ മനുഷ്യൻ അകലം വിട്ട് പിഞ്ചെന്നു എന്നാ പറയുന്നത്. ഏതോ ഒരു ബാല്യക്കാരി പെണ്ണിന്റെ നീ അവന്റെ കൂടെ അല്ലേ എന്നൊരു ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ അവനെ അറിയുന്ന പോലും ഇല്ലെന്ന് പ്രാകാൻ വരെ തുടങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല ഞാൻ നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വാഗ്ദാനങ്ങൾക്കും നമ്മുടെ ഉടമ്പടികൾക്കും നമ്മുടെ ദൈവസന്നിധിയിലുള്ള സ്നേഹ പ്രതികരണങ്ങൾക്കൊക്കെ ഇത്ര ആയുസുള്ളൂ. സ്നേഹമുള്ളവരെ, കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. 2018 നമ്മൾ ഓർക്കുന്നത് പ്രളയത്തിന്റെ കാര്യത്തിലാണ്. ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ 2018 ഉണ്ടായി, നമ്മളതൊന്നും ഓർക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഈ പുതിയ പ്രദേശത്ത് പ്രളയം എങ്ങനെ ബാധിച്ചു എന്ന് എനിക്ക് വ്യക്തിപരമായി അറിയില്ല. എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും 18 പ്രളയം നല്ലതുപോലെ ബാധിച്ചു.
ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ കുറച്ച് പിന്നിൽ മാറിയാണ് ഒരു 3 പേര്, അവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഈ വെള്ളത്തിൽ തന്നെ മരണമടഞ്ഞൊക്കെ പോകുന്നു. വീടിൻ്റെ ഫാനിലും സീലിങ്ങിലും മുട്ടി പമ്പ നദി ഇങ്ങനെ കര കവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച, അത് കണ്ട ഒരു തലമുറ പോലും നമുക്കിടയിലില്ല. സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഈ വീടിൻ്റെ ടെറസിൽ ഇങ്ങനെ നനഞ്ഞ കാക്കകൾ പള്ളിമേടയിലിരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വള്ളം ഞങ്ങളെ വിളിക്കാൻ വരുമെന്ന് വിചാരിച്ച് ഒരുപാട് മനുഷ്യർ ഈ വീടിൻ്റെ പുറത്തിരിപ്പുണ്ട്. അവർ നോക്കി നിൽക്കുകയാണ്. ഈ ടി വിയും ഇങ്ങനെ അവരുടെ വീട്ടിലെ സാധനങ്ങൾ ഒഴുകി പോവുകയും കാറ് വെള്ളത്തിനടിയിലാവുകയും അവരുടെ പുരയിടങ്ങൾ കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. ഇങ്ങനെ ഇത് കാഴ്ച കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർക്ക് കഠിനമായ മാനസിക വിഭ്രാന്തിയും മനഃചാഞ്ചല്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്നും ഓർക്കും, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു അപ്പച്ചൻ എന്നും കൃഷി ചെയ്യാൻ വേണ്ടി വരും. നല്ല ആരോഗ്യത്തോടെ വരും. ആഴ്ച കൃത്യ ദിവസങ്ങളിൽ ഇങ്ങനെ വന്ന് കൃഷി ചെയ്തിട്ട് മടങ്ങിപ്പോവും. പക്ഷെ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു അപ്പൻ കിടപ്പിലായിപ്പോയി. മനസ്സ് വല്ലാതെ ഭയന്നുപോയി, തകർന്നുപോയി. ദൈവമേ എന്ന് വിളിക്കാൻ പോലും പറ്റാതെ നാവിങ്ങനെ നിശ്ചലമായി പോയി. അധികം വൈകാതെ കിടപ്പിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ നേരിടാൻ നമുക്കിന്നും പറ്റുന്നില്ല. നമ്മൾ അത്രയ്ക്ക് അശക്തരാണ്. ഈ നവീന ചിന്താഗതിക്കാരൊക്കെ പറയുമല്ലോ, ഈ ബാവാ തിരുമേനി ഉൾപ്പെടെയുള്ള പരിശുദ്ധ പിതാക്കന്മാരെന്തിനാണ് ബലി അർപ്പിക്കുമ്പം ബലഹീനനും പാപിയുമായ ദാസനെന്ന് ഇങ്ങനെ പറയുന്നേ? പരുമല തിരുമേനി വരെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധരായവർ അവസാന ശ്വാസം വരെ പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ അത് തന്നെ പറയുകയുള്ളൂ. കാരണം കഷ്ടങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തത്ര ബലഹീനത ഈ മനുഷ്യായുസിലുണ്ടെന്ന് ഇവർക്കെല്ലാം അറിയാം. നമ്മൾ അത്രയ്ക്ക് നിസ്സാരപ്പെട്ട മനുഷ്യരാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പോപ്പുലർ ഫിനാൻസിൻ്റെ ഒരു തട്ടിപ്പ് നമുക്കിടെ നടന്നല്ലോ. അധികം പലിശ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കൊണ്ട് പണം അതിൽ നിക്ഷേപിച്ച്, ഈ പെൻഷൻ കിട്ടുന്ന പൈസയും അല്ലാതുള്ള വരുമാനങ്ങളെല്ലാം കൊണ്ട് അതിലാണ് നിക്ഷേപിച്ച് മുഴുവൻ. ഒരു സുപ്രഭാതത്തിൽ മുച്ചോട് ഇത് മുഴുവൻ പോയെന്നറിഞ്ഞപ്പോഴും ഇതേ സംഭവം മനുഷ്യർക്ക് പറ്റി. എനിക്ക് പരിചയത്തിലുള്ളൊരു പിതാവിന് ഇതാ സംഭവിച്ച്. സംസാരിക്കുന്നില്ല, ഡ്രസ്സ് മാറണമെന്നില്ല, ആഹാരം കഴിക്കാൻ മറക്കുന്നു. 10-20 ലക്ഷത്തിനപ്പുറം തുകയോളം മറ്റും നഷ്ടപ്പെട്ടു പോയി. സ്നേഹമുള്ളവരെ, ഈ ലോകത്ത് മനുഷ്യർ എത്ര വൈവിധ്യമുള്ളവരായാലും, എത്ര ഭാഷകൾ സംസാരിക്കുന്നവരായാലും, എത്ര സംസ്കാരങ്ങൾ ജീവിക്കുന്നവരായാലും, ഈ മനുഷ്യരെല്ലാം കോർത്തിണക്കുന്ന ഏക ചരടെന്ന് പറയുന്നത് സങ്കടങ്ങളുടെ ഒരു വെള്ളിനൂല്, വേദനകളുടെയും നൊമ്പരങ്ങളുടെ ഒരു അദൃശ്യ വെള്ളിനൂല്. ഭാഷകൾക്കും രാജ്യങ്ങൾക്കും അതിർത്തികൾക്കും അപ്പുറം നമ്മളെല്ലാം ഇങ്ങനെ വരിഞ്ഞു മുറുകി നിർത്തുന്നുണ്ട്. കറുത്തവൻ്റെയും വെളുത്തവൻ്റെയും, ഭാഷകൾ കൂടിയവൻ്റെയും കുറഞ്ഞവൻ്റെയും, സംസ്കാരമുള്ളവൻ്റെയും പഠനമുള്ളവൻ്റെയും, ഉദ്യോഗസ്ഥൻ്റെയും കൃഷിക്കാരൻ്റെയും എല്ലാം ശരീരം നോവുന്നത് ഒരുപോലെ. ഈ നോവിനെ നമ്മൾ എങ്ങനെ അതിജീവിച്ച് ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നേ? നമുക്കങ്ങനെ ഒന്ന് പറയാൻ പറ്റണ്ടേ? നമ്മുടെ ശിഷ്ട ആയുസ്സിലെങ്കിലും എന്തും വരട്ടെ, എന്തും സംഭവിക്കട്ടെ, എൻ്റെ ആരോഗ്യം പോകട്ടെ, എൻ്റെ വീട്ടിലെ രോഗങ്ങൾ വരട്ടെ, ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്ന് എങ്ങനെയാണ് സ്നേഹമുള്ളവരെ പറയാൻ പറ്റുന്നത്? ഈ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ, നമുക്കൊരു തരത്തിലും തല നിവർത്താൻ പറ്റാത്ത ഇത്തരം സങ്കടങ്ങളുണ്ടല്ലോ. നമ്മൾ പ്രത്യേകിച്ച് പരിശുദ്ധനായ അഹത്തള്ള ബാവയൊക്കെ ഓർക്കുന്നൊരു സമയമാണ്. അഹത്തള്ള ബാവയുടെ സഭാചരിത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഹി ഹാസ് ആൻ അപ്പിയറൻസ് ആൻഡ് സഡൻ ഡിസപ്പിയറൻസ് എന്നാണ് പറയുന്നത്. പെട്ടെന്നൊന്ന് വന്ന് പെട്ടെന്നൊന്ന് പോയൊരു മനുഷ്യന്. അതിൻ്റെ ചരിത്ര ഭാഗങ്ങൾ പുതിയ പള്ളിയിൽ ഇരിക്കും, നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ രക്ഷാർത്ഥം, നമ്മുടെ സഭയുടെ സ്വതസിദ്ധമായ അതിൻ്റെ തലക്കെട്ടിന് വേണ്ടി, അതിൻ്റെ വ്യക്തിപ്രഭാവത്തിന് വേണ്ടി നമ്മളെ സഹായിക്കാൻ കടന്നു വന്നൊരു പിതാവാണ്. ചില കാരണങ്ങളാൽ അദ്ദേഹം മരണപ്പെട്ടു. മറ്റു ചരിത്രത്തിൽ പറയുന്ന അദ്ദേഹം ഗോവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെ പല ചരിത്ര ഭാഗങ്ങളാണ്. ഞങ്ങളെ നയിക്കാൻ വന്ന അഹത്തള്ള ബാവ എന്ന വന്യപിതാവിനൊരു ദുരിതം വന്നപ്പം അക്കാലത്തെ നസ്രാണി ക്രൈസ്തവർ ചെയ്തത് എന്താണ്? തുടർന്ന് വന്നത് ഈ കൂനംകുരിശ് സത്യമാണ് അവർ ചെയ്തത്. കൂനംകുരിശ് സത്യമെന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഭയങ്കരമായി ഇങ്ങനെ അലങ്കരിക്കുന്നതിന് മുമ്പ് ഒരു നിസ്സാര കാര്യമായിട്ട് നമുക്കിതിനെ നിർവചിക്കാൻ പറ്റും. ഞങ്ങളെ നയിക്കാൻ വന്നൊരു പിതാവ് ഞങ്ങളിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടു പോയി. ഒരു മനുഷ്യനെ സഹായിക്കാനില്ലെന്ന് കണ്ടപ്പം ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്തു? ഞങ്ങൾ കുരിശിനെ തൊട്ടു. അതാ അവിടെ സംഭവിച്ചേ. വേറൊരു തലത്തിൽ പറഞ്ഞ്, മട്ടാഞ്ചേരിയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ ഒരു കൽക്കുരിശ് ഉണ്ടായിരുന്നു. 1000 ലക്ഷം മനുഷ്യരവിടെ ഒത്തുകൂടി, പ്രതിഷേധം കൊണ്ടും നൊമ്പരം കൊണ്ടും ഒത്തുകൂടി.
പരിശുദ്ധ ഹത്തള്ള ബാവയുടെ വിയോഗത്തിൽ മനം തകർന്നൊത്തുകൂടി ഞങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഞങ്ങൾക്ക് ഒന്നേ ചെയ്യുകയുള്ളൂ. ഞങ്ങൾക്ക് പ്രതിജ്ഞ എടുക്കണം, സത്യമെടുക്കണം. എവിടെ തൊടണം? കുരിശിൽ തൊടണം. എല്ലാവർക്കും കൂടെ തൊടാൻ പറ്റാത്തത് കൊണ്ട് വടം കെട്ടി വലിച്ച് ആ കുരിശിൻ്റെ താഴ്ഭാഗം അടർന്ന് അതിങ്ങനെ ചാഞ്ഞ് അത് കൂനം കുരിശ് സത്യമെന്നൊക്കെ നമ്മളിങ്ങനെ വിവരിക്കുമ്പം ഒറ്റ കാര്യം അവിടെ സംഭവിച്ചുള്ളൂ. നല്ല നൊമ്പരത്തിൽ ഇവരെന്താ ചെയ്തേ? ഒരു കുരിശിനെ തൊട്ടു. ജീവിതത്തിലെ സങ്കടങ്ങളിൽ നമുക്കുള്ളൊരൊറ്റ പോംവഴി ഇതാണ് സ്നേഹമുള്ളവരെ. യേശു ക്രിസ്തു എത്ര മനോഹരമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നു, നിന്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. നമ്മൾ ബാക്കി എല്ലാ വചനങ്ങളും ഇങ്ങനെ ആവർത്തിക്കും. ദൈവം സ്നേഹമാകുന്നു, ദൈവം വെളിച്ചമാകുന്നു, സമൃദ്ധിയുടെ ദൈവത്തെപ്പറ്റി നമ്മൾ പ്രസംഗിക്കും, രോഗസൗഖ്യം കൊടുക്കുന്ന ദൈവത്തെപ്പറ്റി നമ്മൾ പ്രസംഗിക്കും. അവനവൻ്റെ കുരിശ് മറ്റൊരു മനുഷ്യനും താങ്ങാനില്ലാതെ തന്നെ കുനിഞ്ഞെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുന്നൊരു വചനം നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. യേശുക്രിസ്തു ഇത് പറയുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. പീലാത്തോസിന്റെ മണ്ഡപത്തിൽ നിന്ന് ബറാബാസിനെ ചോദിച്ചു വാങ്ങിയിട്ട് നല്ലപോലെ അടിച്ച് ശരീരത്തിൽ പരിക്കേൽപ്പിച്ചിട്ട് തറയ്ക്കപ്പെടാനുള്ള കുരിശുമായിട്ട് കർത്താവ് നടത്തുന്ന ഒരു യാത്രയുണ്ടല്ലോ. 14 സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞ് കത്തോലിക്ക സഹോദരങ്ങൾ അതിന് കുറച്ചുകൂടെ മാറ്റുകൂട്ടുന്നുണ്ട്. ഈ യാത്രയിൽ ചോരവാർന്ന യേശു മുട്ടുമടങ്ങി വീഴുന്നിടത്ത് ഇവര് അടിച്ചു വീണ്ടും എഴുന്നേൽപ്പിക്കും. ഒരു തരത്തിലും ഈ കുരിശുകൊണ്ട് ഈ മനുഷ്യനെ കൊന്നു കയറാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിളിക്കുന്നുണ്ട്, പടയാളികൾ. ശിമോൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ചിത്രമുണ്ടല്ലോ, നിങ്ങളതിലെ രംഗം ഓർക്കുന്നുണ്ടായിരിക്കും. ഈ ശിമോനും 2 അടി കൊടുക്കുന്നുണ്ട്. മടിച്ചു ചെന്നപ്പം വന്ന് ഇതെടുക്കാനാണ് പറയുന്നത്. ശിമയോനും കർത്താവും കൂടെ ചേർന്ന് കുരിശ് ചുമന്നുകൊണ്ട് കുന്നു കയറുന്ന ഒരു രംഗമുണ്ട് സ്നേഹമുള്ളവരെ. ഈ ശിമോനെ പറ്റി പറയുന്നത് ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഖുറൈന എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്നൊരു മനുഷ്യനാണ്. യഹൂദ പശ്ചാത്തലമുള്ള ആളാണ്. പെസഹായുടെ വിരുന്നിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നതാണ്. സഭാചരിത്രത്തിൽ ഈ ശിമയോനൊരു സ്ഥാനമുണ്ട്. എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ്റെ വീട്ടിൽ കുടുംബ സമാധാനമുള്ള മനുഷ്യനെ അല്ലായിരുന്നു ഈ ശിമയോൻ എന്ന് പറയുന്നത്. കുടുംബ സമാധാനമില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അമ്മമാർക്കും വീട്ടമ്മമാർക്കും നല്ലപോലെ അറിയാം, വീട്ടിൽ എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും, ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് വന്നാലും, ഓവൻ വന്നാലും, പ്രസ്റ്റീജിൻ്റെ മിക്സി വന്നാലും, ഓട്ടോമാറ്റിക് കാറ് വന്നാലും, മക്കൾ UK പോയാലും കുടുംബ സമാധാനമില്ലെങ്കിൽ ഒന്നുമില്ല. മക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത് ഇങ്ങനെ നീറി കഴിയുന്ന എത്ര അമ്മമാരുള്ളേ. ഖുറൈനയിലെ ശിമോനെ പറ്റി പറയുന്നത് ഈ അദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തെ വകവെക്കാതെ മറ്റൊരു രീതി ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നൊരു ലേബലുണ്ട്. കൂടാതെ ഇദ്ദേഹത്തിന്റെ മക്കളായ അലക്സാണ്ടർ രൂഫേസും, ഒരു 2 പേരും ഇങ്ങനെ തോന്നിയ പോലെ ജീവിക്കുന്ന മക്കളാണ്. ഈ പ്രയാസങ്ങളും കൊണ്ടാണ് ഈ മനുഷ്യൻ ഈ കുരിശ് ചുമക്കാൻ വേണ്ടി വന്നത്. ഈ സങ്കടങ്ങളോടെ തന്നെ സ്വന്തം ജീവിതം തന്നെ ചുമക്കുന്നു എന്നൊരർത്ഥത്തിൽ ഈ കുരിശ് ചുമന്ന് കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത്. സ്നേഹമുള്ളവരെ, പിന്നീടുള്ള ചരിത്രം, ഈ ഉയർപ്പിന് ശേഷം ശിമയോൻ തിരികെ വീട്ടിൽ ചെന്നപ്പം കുടുംബത്തിനുണ്ടാകുന്നൊരു മാറ്റമുണ്ട്. അലക്സാണ്ടറും രൂഫേസും എന്ന 2 മക്കളും അവരുടെ വഴി വിട്ട് അനുദപിച്ച് ദൈവത്തിലായി തീർന്നു, ഭാര്യയും ദൈവത്തിലായി തീർന്നു. പൗലോസ്ലീഹയുടെ മിഷണറി യാത്രയിൽ ഈ അലക്സാണ്ടറിന്റെ രൂഫേസിന്റെ പേരുകളുണ്ട്. കുരിശ് ചുമക്കുക എന്ന് പറയുന്നത് എത്ര മനോഹരമാണ് സ്നേഹമുള്ളവർ. നമ്മളൊക്കെ ഇവനെ എൻ്റെ ജീവിതത്തിലെ കുരിശാണ്, ഇതെൻ്റെ ജീവിതത്തിലെ കുരിശാണ്, ഇങ്ങനൊരു കുരിശാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ പദം വല്ലാതെ ഫലിതവൽക്കരിച്ച് നമ്മൾ ഭയങ്കര തമാശയാക്കി കളഞ്ഞു. വളരെ ശ്രേഷ്ഠമായൊരു പ്രയോഗമാണ് സ്നേഹമുള്ളവരെ. ക്രൈസ്തവരായി നമ്മളെ സംബന്ധിച്ച് ഈ സഹനമെന്ന ഒരു പദമില്ലാതെ നമുക്കൊരു ജീവിതമില്ല. വിശുദ്ധ സഹനങ്ങൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ പേര് കൊടുക്കാം നിങ്ങൾക്ക്. അതുകൊണ്ട് ജീവിതത്തിലെ സങ്കടങ്ങളിൽ കുനിഞ്ഞ് താഴ്ന്ന് സ്വന്തം കുരിശെടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതാണ് ഒരു പാഠമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു തലം, ഹബക്കൂക്കിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ, അത്തിവൃക്ഷത്തിൻ്റെയും ഒലിവിൻ്റെയും കന്നുകാലികളുടെ നഷ്ടമെന്ന് പറയുന്നത് പോലെ ജീവിതത്തിലെ നഷ്ടങ്ങളെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്. എനിക്കൊന്ന് ഒരു മനുഷ്യൻ്റെ നഷ്ടവ്യാപ്തിയെപ്പറ്റി വേറൊരു മനുഷ്യനോട് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. കാരണം അവനവൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് നഷ്ടപ്പെടുന്നതിൻ്റെ നഷ്ടവേദനയാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, ഒരു ഒക്ടോബർ മാസം മുതൽ പല കാരണങ്ങൾ കൊണ്ട്
ഈ ആശുപത്രികളുടെ ഓങ്കോളജി വാർഡിൽ കയറി ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ, പല കാരണങ്ങൾ കൊണ്ട്. മറ്റൊരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലും കാണാൻ പറ്റാത്തതുപോലെ നമ്മുടെ നെഞ്ചിങ്ങനെ കുത്തിത്തുളയ്ക്കുന്ന കാഴ്ചകളാണ് ഈ കീമോ ചെയ്യുന്നിടത്തും ആശുപത്രി വരാന്തകളിലും ഒക്കെ കാണാൻ പറ്റുന്നത്. ഒരു ആണൊരുത്തിനൊരിച്ചിരി നെറ്റി കയറി കഷണ്ടിയായാൽ അത്ര വലിയ വിഷയമല്ല. 23, 19, 30 വയസ്സുള്ള സ്ത്രീകൾ കീമോയുടെ ക്ഷീണത്തിൽ മുടി മുഴുവൻ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഒഴിഞ്ഞ ശിരസുമായി തലയിൽ ഒരു കഷ്ണം തുണിയും ചുറ്റി ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറഞ്ഞു വരുമ്പം ഇത്രറ്റം വരുന്ന കുറച്ച് മുടിയല്ലേടി നിനക്ക് പോയെന്ന് പറഞ്ഞാലും ഒരു പെണ്ണിന് അവളുടെ മുടി എന്താണ്? കീമോയെ കൊണ്ടുണ്ടായ ശരീരത്തിൻ്റെ മുഴുവൻ ക്ഷീണവും തളർച്ചയും ഇവർക്ക് മറക്കാം, കുഴപ്പമില്ല, സഹിക്കാം. പേറ്റുന്നോ അനുഭവിച്ച അമ്മയാണ്. ഇതാണ് പ്രശ്നം. ശരീരത്തിലെ 203 അസ്ഥികൾ ഒരു സമയം ഒടിയുന്ന വേദന, പ്രസവ വേദനയിൽ അറിഞ്ഞൊരു സ്ത്രീക്ക് കീമോയുടെ ഇതിനെ അതിജീവിക്കാൻ പറ്റും. പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ പിന്നെ ഒതുക്കിയിട്ടിരുന്ന ഈ മുടി കെട്ടോടിങ്ങനെ പോയാലോ? എന്താണ് ഈ നഷ്ടത്തിൻ്റെ വേദന? നഷ്ടങ്ങളെ നമ്മൾ എങ്ങനെ നേരിടും സ്നേഹമുള്ളവരെ? കുറച്ച് നാൾ മുമ്പ് ഈ ഡിസംബർ മാസം തന്നെ ഒരാൾ 3 മാസത്തോട് ഗർഭമെടുക്കുന്ന ഒരു ഭാര്യയുമായിട്ടൊരു ആശുപത്രി പോയി ചെക്കപ്പിന് പോയതാണ്. ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ ആശുപത്രി ആയതുകൊണ്ട് ഡിസംബർ 1-ാം തീയതി മുതൽ തന്നെ ആശുപത്രിയുടെ ഓരോ മുക്കിലും മൂലയിലും ഇങ്ങനെ ഈ പുൽക്കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട്. കത്തോലിക്ക സഹോദരങ്ങൾക്ക് ഈ പുൽക്കൂട് ഇച്ചിരി പ്രാധാന്യമുണ്ടല്ലോ. ഡിസംബർ 1-ാം തീയതി മുതൽ അവർ ഔസേപ്പിനെയും മറിയത്തെയും ആടുകളെയും ഒട്ടകത്തെയും ജ്ഞാനികളെയും ആട്ടിടയന്മാരെയും എല്ലാം ഇങ്ങനെ ഒരുക്കി വെക്കും. 25-ാം തീയതി മാത്രമേ യേശുവിൻ്റെ കുഞ്ഞ് ശില്പം അതിനകത്ത് വെക്കത്തുള്ളൂ. ഈ മനുഷ്യൻ ഡിസംബർ 1 മുതൽ 3-ാം മാസം ഗർഭിണിയായ ഭാര്യയെ കൊണ്ട് ഇങ്ങനെ ചെക്കപ്പിന് പോകുന്നുണ്ട്. ആശുപത്രിയുടെ ഓരോ മൂലയിലും ഇങ്ങനെ ഇത് കാണുമ്പം ഒരു കൗതുകം തോന്നി. അറിയത്തില്ല ഇത് എന്തുകൊണ്ടാണ്. യേശു കുഞ്ഞ് മാത്രമില്ല, ബാക്കി ഒട്ടകവും മാലാഖയും എല്ലാവരും ഉണ്ട്. കർത്താവ് യേശു കുഞ്ഞിനെ കാണുന്നില്ല. ചെക്കപ്പിൻ്റെ ഇടയ്ക്ക് കൗതുകത്തോടെ അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചാൽ പറഞ്ഞു, ചേട്ടാ ഇത് പല കാരണങ്ങളും, ഒന്ന് ഇത് ഈ ഡിസംബർ 25-നെ വെക്കത്തുള്ളൂ, വേറൊരു കാരണം വേണം നമുക്ക് ഊഹിക്കാവുന്ന, എത്രയോ അമ്മമാരാണ് മക്കളില്ലാതെ ഇവിടുന്ന് കടന്നു പോകുന്നത്. അവർക്കൊരാശ്വാസത്തിന് വേണ്ടി വെച്ചതായിരിക്കും. അവർക്ക് ഇതിലോട്ട് നോക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടണമല്ലോ. അത് കാര്യമാക്കിയില്ല. ഡിസംബർ മാസം ഒരു 10, 11, 12 ഒക്കെ ആയപ്പോഴത്തേക്ക് ജീവിതം വല്ലാതെ ഇങ്ങനെ വഴിമാറാൻ തുടങ്ങി ഈ മനുഷ്യൻ്റെ. 3-ാം മാസത്തെ സ്കാനിങ്ങിലാണ് ഒരു കാരണവശാലും ഈ ഗർഭാവസ്ഥ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാകുന്നത്. തീ തിന്നുകൊണ്ടാണ് ഈ സ്കാനിങ് റൂമിൻ്റെ വെളിയിൽ ഈ മനുഷ്യൻ ഇരിക്കുന്നത്. സ്കാനിങ് കഴിഞ്ഞ് അവർ പറയുന്നുണ്ട് ഒരു കാരണവശാലും, കാരണം കുഞ്ഞ് നഷ്ടപ്പെടും, അമ്മയുടെ ജീവനും ആപത്താണ്, നമുക്കിത് അബോർട്ട് ചെയ്ത് മാറ്റണം, കളയണം. അബോർഷന് വേണ്ടിയുള്ള മരുന്ന് കൊടുത്ത് 3 മാസം വളർച്ചയെത്തിയ കുഞ്ഞിനെ സ്വാഭാവിക ജനനത്തിൽ കൂടെ തന്നെ പുറത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. ദൈവമല്ലാതെ ആരും കൂടില്ല. പാതിരാത്രി ഒരു 2 മണി സമയം ഇവൾക്ക് പ്രസവവേദന വന്ന് മരിച്ച 3 മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ പുറത്തെടുക്കുന്നുണ്ട്. പാതിരാത്രി 2 മണി സമയത്ത് ലേബർ റൂമിൻ്റെ വെളിയിൽ ഈ മനുഷ്യനല്ലാതെ വേറെ ആരുമില്ല. ഒരു ട്രേക്കകത്ത് ഒരു പേന വലുപ്പത്തിൽ കൈകാലുകളും തലയും രൂപപ്പെട്ട 3 മാസമായി കുഞ്ഞിനെയും മറുപിള്ളയും കൊണ്ടുവന്ന് നേഴ്സ് ഇങ്ങനെ കാണിച്ചു പോയി. ലേബർ റൂമിൻ്റെ വെളിയിൽ ഇങ്ങനെ തകർന്നിരിക്കുമ്പം അവിടെയും വെച്ചിട്ടുണ്ട് ഒരു പുൽക്കൂട്. അതിനകത്തോട്ട് നോക്കിയപ്പോഴും യേശു ഇല്ല, മറിയവും യോസേപ്പും എല്ലാവരും ഉണ്ട്, അവർക്കും കുഞ്ഞില്ല. അന്ന് ആ പാതിരാത്രിയിൽ ആ പുൽക്കൂടി മനുഷ്യന് കൊടുത്ത ഒരു ആശ്വാസവും തണുപ്പും തണലും ഉണ്ട്. എനിക്കില്ലാത്തത് നിങ്ങൾക്കും ഇല്ലല്ലോ, സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ നഷ്ടങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴാണ് നന്ദി പറയാൻ പറ്റുന്നതെന്നറിയാമോ? ആ നഷ്ടവേദനകളെ കർത്താവിൻ്റെ ദുഃഖവുമായിട്ട് ചേർത്ത് വെക്കുമ്പോഴാണ്. അങ്ങനെ വേദനകളിൽ നന്ദി പറയാൻ പരിശീലിപ്പിക്കപ്പെട്ടവരും ജീവിക്കേണ്ടവരോ നമ്മളെല്ലാം. വളരെ എന്താ പറയണ്ടേ, അവിചാരിതമെന്നോ അത്ഭുതമെന്നോ തോന്നുന്ന കാര്യങ്ങൾ ഈ വേദപുസ്തകത്തിലുണ്ട്. തടവിൽ കിടക്കുമ്പം പാട്ടുപാടുന്നു, കാലിൽ ചെങ്ങലയിട്ട് കിടക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു, കാരാഗ്രഹത്തിൽ വെച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. പഴയ നിയമത്തിൽ മർത്തശ്മൂനി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, 7 മക്കളാണ്. പന്നിമാംസം തിന്നുന്നില്ല എന്ന ഏക കാരണത്താൽ മക്കാബരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, ഈ അമ്മയും 7 മക്കളെയും തൊലി ഇരിച്ചിട്ട് തിളച്ച എണ്ണയിലിട്ടാ കൊല്ലുന്നത്. 2 വയസ്സ് മുതൽ 14, 16 വയസ്സ് വരെയുള്ള മക്കളുടെ ഒരു നിരയാണ് 7 മക്കൾ.
ഈ 7 മക്കളോടും ഈ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായി മരണത്തിന് കീഴടങ്ങുക, നമുക്ക് ആ ലോകത്ത് വെച്ച് കാണാം. പഴയ നിയമകാലത്ത് ഒരു അമ്മ മക്കളോട് പറഞ്ഞതാണ്. എന്തൊരു വിചിത്രമാണ്. ഏതെങ്കിലും ഒരു വിശുദ്ധനെ നിങ്ങൾക്ക് സങ്കടങ്ങളില്ലാതെ കാണാൻ പറ്റുമോ? വളരെ സമാധാനത്തോടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയ ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ പേര് വരുമോ? നിങ്ങൾ 12 അപ്പോസ്തലന്മാരുടെ ജീവിതം എടുത്തു നോക്കിക്കോ. മത്തായി ശ്ലീഹ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയം പിന്നിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തേറ്റ് മരണപ്പെട്ടു എന്ന് അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം പറയുന്നു. മാർത്തോമ ശ്ലീഹായും അങ്ങനെ തന്നെ മരണപ്പെട്ടു. കാലുകൾ വലിച്ച് കീറപ്പെട്ട് ശരീരം 2ആയി മരണപ്പെട്ടു പോയ ശ്ലീഹന്മാര്. ഇത് എത്ര പരിശുദ്ധന്മാർ, എത്ര സഹോദരന്മാരുടെ ഒരു നിര നമ്മുടെ സഭയിലുണ്ട്. അദൃശ്യമായൊരു സമൂഹം നമ്മളെ ചുറ്റി നിൽക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് ഈ വേദനയെ അതിജീവിച്ച സ്നേഹമുള്ളവരെ? നഷ്ടങ്ങളിൽ ആ നഷ്ടവേദനകളെ കർത്താവിൻ്റെ നൊമ്പരത്തോട് ചേർത്ത് വെക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അങ്ങനൊരു വായന, സുവിശേഷ വായന നമുക്ക് വേണം എൻ്റെ സ്നേഹമുള്ള അമ്മമാരെ. കാരണം കുരിശിനെ പറ്റി പറയുന്നത്, നിങ്ങൾ അനുഭവിക്കാത്ത ഒരു ദുഃഖവും നിങ്ങൾക്ക് കുരിശിൽ കാണാൻ പറ്റത്തില്ല. ഒരു സ്ത്രീ ആയിക്കൊള്ളട്ടെ, ഒരു പുരുഷനായിക്കൊള്ളട്ടെ, നീ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ, നീ കടന്നുപോയ നൊമ്പരങ്ങൾ, നിന്റെ അവഗണനകൾ, നിന്റെ ശാരീരിക വേദനകൾ എല്ലാം എവിടെ കാണാൻ പറ്റും? കുരിശിൽ കാണാൻ പറ്റും. അതാണ് ഈ വലിയ നോമ്പിന്റെ സമയത്ത് അതിൻ്റെ പാതി ഭാഗത്തോടെടുക്കുമ്പം വളരെ ഉയരത്തിൽ നടുവിലായി ശ്ലീബ നമ്മളിങ്ങനെ നാട്ടും. പള്ളിയുടെ ഏത് കോണി നിന്നാലും ഈ കുരിശ് കാണാൻ പറ്റണം. അതൊരു ബലമാണ് സ്നേഹമുള്ളവർ. അതാണ് ഈ ബലം എന്ന് പറയുന്നത്. പക്ഷെ എത്ര പേര് ഈ ബലത്തിൽ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഹബക്കൂക്ക് പ്രവാചകൻ കർത്താവിൽ നിന്ന് ഓടി അകലാൻ തയ്യാറായ ഒരു ജനതയുടെ മുമ്പിൽ ധൈര്യത്തോടെ പറയുകയാണിത്. നിങ്ങൾ ആ വചനം വായിക്കും പറയും, ഇത് കേവലം ഒരു സംസാരം മാത്രമല്ല. ഉടമ്പടി എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടെന്ന് എനിക്കറിയാവുന്ന ഒരു വാക്കോടെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. കൃപാസനം അറിയാമല്ലോ അല്ലേ? അറിയാം. കൃപാസനമായിട്ട് ബന്ധപ്പെട്ടാണ് പലരും ഈ ഉടമ്പടി എന്നൊരു വാക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ജീവിതത്തിൽ ഉടമ്പടി എടുത്തത് ഈ മാമോദിസ തൊട്ടിയിലാണെന്ന് അറിയാവുന്നവർ അവിടെ പോകത്തില്ല കേട്ടോ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റ ഉടമ്പടിയെ ദൈവമായിട്ട് എടുത്തിട്ടുള്ളൂ. അത് ഈ മാമോദിസ തൊട്ടിയിൽ എടുത്ത ഉടമ്പടിയാണ്. ഹബക്കൂക്ക് പ്രവാചകൻ ഉടമ്പടിയാണ് എടുത്തത്. ഹബക്കൂക്ക് പ്രവാചകൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു വ്രതമാണ് എടുത്തത് ദൈവസന്നിധിയിൽ. വെറുതെ ഒരു പാഴ്വാക്ക് പറയുകയല്ല. എൻ്റെ അത്തിവൃക്ഷം കായ്ക്കാതിരിക്കട്ടെ, എൻ്റെ അന്നം മുടങ്ങട്ടെ, സകലവും നശിക്കട്ടെ, കർത്താവേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്നിൽ ആനന്ദിക്കും. അവിടെ പറയുന്നത് ഐ വിൽ റിജോയ്സ് ഇൻ ദ ലോർഡ് എന്ന്. റിജോയ്സ് എന്ന് പറയുന്നൊരു വാക്കാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇത് പറയുന്നുണ്ട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ഐ എം അഗെയിൻ സേയിങ് യു റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. ജയിലിൽ കിടക്കുമ്പം പറയുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് 2 മുന്തിരിങ്ങയൊക്കെ കഴിച്ച് കാല് നീട്ടി വയ്ക്കുമ്പം എഴുതുന്ന എഴുത്തല്ല. അടികൊണ്ട് പുറം പൊളിഞ്ഞ് തൊടലുകൊണ്ട് കാല് മുറിഞ്ഞ് പട്ടിണി കിടന്ന് ഒരിറ്റ് വെള്ളം ഇറക്കാനില്ലാതെ ജയിലിൽ കിടക്കുമ്പോഴാണ് പറയുന്നത്, എൻ്റെ പൊന്നുമക്കളെ കർത്താവിൽ അങ്ങോട്ട് സന്തോഷിച്ചാട്ടെന്ന് പറയുന്നത്. അങ്ങോട്ട് ആർത്ത് സന്തോഷിച്ചാട്ട്. ജോയ് എന്നൊരു വാക്കല്ല കേട്ടോ, റിജോയ്സ് എന്നൊരു വാക്കാണ് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ജോയ്ഫുൾ ക്രിസ്മസ്, മെറി ക്രിസ്മസ് എന്നൊക്കെ പറയുന്ന ആ ജോയ് അല്ലേ ഇവിടെ. റിജോയ്സ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. റിജോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ നിറഞ്ഞിട്ട് ആ സന്തോഷം ചുറ്റുമുള്ള സകലരിലേക്കും പകരുന്ന ഒരു അനുഭവമാണ് ഈ റിജോയ്സ് എന്ന് പറയുന്നത്. ക്രിസ്തുമസിന്റെ പാതിരാവിൽ മഞ്ഞത്തിങ്ങനെ ചുരുണ്ടോടി കടന്ന ആട്ടിടയന്മാരുടെ മീതെ ഒരു ദൂതൻ ആദ്യം വന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, സകല ജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഒരു മഹാസന്തോഷം എന്ന് പറയുന്നത്. കാരൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് അവിടെ ഉപയോഗിക്കുന്നത്. കാരൻ ഒരു മഹാസന്തോഷമാണ്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് വർണ്ണിക്കാവുന്നതിൻ്റെ അപ്പുറത്തെ ഒരു സന്തോഷം. എന്താണ് സ്നേഹമുള്ളവരെ? കർത്താവിലേക്ക് തിരിയുമ്പോഴത്തേക്ക് ആനന്ദത്തെ പറ്റി നമുക്ക് എന്ത് ബോധമാണുള്ളത്? ഹബക്കൂക്ക് എന്ന് പറയുന്നൊരു വാക്കിൻ്റെ അർത്ഥം, ഈ ഹബുക്ക് എന്ന് പറയുന്നൊരു വെർബാണ്. എബ്രായ ഭാഷയിൽ ഒരു ക്രിയാപദമാണ്. ഹബുക്ക് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക എന്നർത്ഥം. എംബ്രേസ് ചെയ്യുക, ഇങ്ങനെ വാരി പുണർന്ന് ഈ വിടാതെ പിടിക്കുക എന്ന് പറയുന്നൊരു പ്രയോഗമാണ് ഈ ഹബുക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഹബക്കൂക്ക് വരുന്നത്. കർത്താവിൻ്റെ സന്തോഷത്തിൽ മുറുകെ പിടിക്കുന്ന മനുഷ്യനെന്നാണ് പാരമ്പര്യം പറയുന്നത് ഈ മനുഷ്യനെ പറ്റി. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന ഒരു മനുഷ്യന് ഹബക്കൂക്ക് എന്നല്ലാതെ പിന്നെ എന്ത് പേരാണ് കൊടുക്കുക? എന്താണ് സ്നേഹമുള്ളവരെ ദൈവത്തിലുള്ള ഈ സന്തോഷം എന്ന് പറയുന്നത്?
പള്ളി വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? ഒരു കൗമ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ? നോമ്പ് നോക്കുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടോ? ഒരു 3 മണി വരെ 40 ദിവസം ഉപവസിച്ച് വയറ് കത്തി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടോ? വെളുപ്പിനെ 6 മണിക്ക് പള്ളി ദനഹയുടെ ശുശ്രൂഷ വെച്ചാൽ 5:45 തന്നെ വീട്ടിലെ ജോലി ഒതുക്കി ഇവിടെ വന്ന് 6 മണി തൊട്ട് 9:30 വരെ ശുശ്രൂഷ നിൽക്കുമ്പം നിങ്ങൾ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? സ്നേഹമുള്ളവരെ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി പള്ളി വരുന്നവരാണ് മിക്കവരും. അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ അവരുടെ കാലെ തൊടുന്നു. ഞാൻ അങ്ങനാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവിനെ സ്നേഹിച്ച ആ സന്തോഷത്തിൽ വരാൻ വേണ്ടിയാണ്. ഈ പള്ളിക്കകത്ത് വന്നിട്ട് എനിക്ക് സന്തോഷം. നമുക്കിന്ന് സന്തോഷം കോട്ടയത്ത് ലുലുമാൾ വന്നാൽ നമുക്കിന്ന് വലിയ സന്തോഷം എന്ന് പറയുന്നത്. ആ പ്രദേശത്തോട്ട് പോകാൻ പറ്റത്തില്ല. തുണിയെടുക്കാൻ പോകുന്നതാണ് സന്തോഷം, സ്വർണം എടുക്കുന്നതാണ് സന്തോഷം, ബിരിയാണി കഴിക്കുന്നതാണ് സന്തോഷം. ഇതിൻ്റെ എല്ലാം അപ്പുറം എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും, ആനന്ദിക്കുമെന്ന് പറയാൻ പറ്റുന്ന എപ്പോഴാണ്? സ്നേഹമുള്ളവരെ, നമുക്കതൊന്ന് നോക്കാം. എന്താണ് ഈ ആനന്ദമെന്ന് ഈ ഹബക്കൂക്കും പൗലോസ് ശ്ലീഹയൊക്കെ പറയുന്നത്? കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു പുസ്തകത്തിലെ ഒരു വരിയാണ്. റഷ്യയിലുണ്ടായിരുന്ന ഒരു വലിയ സാഹിത്യകാരനാണ് ഈ ഫയദോർ ദസ്തയേവ്സ്കി എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ. നിങ്ങൾ ഫയദോർ, ആ മനുഷ്യന് ലോക എഴുത്തുകളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്ലാസിക്കുകൾ എഴുതി മൺമറഞ്ഞൊരു മനുഷ്യനാണ്. തോമസ് മെട്രൺ എന്നൊക്കെ പറയുന്ന ധ്യാനഗുരു പറയുന്നത് അദ്ദേഹത്തിന് യേശുവിനെ കിട്ടിയത് സുവിശേഷത്തിൽ കൂടെ അല്ല, ഈ ദസ്തയേവ്സ്കിയുടെ എഴുത്തുകളിൽ കൂടാന്നാണ് പറയുന്നത്. അത്രത്തോളം ഇങ്ങനെ കർത്താവിനെ മുൻനിർത്തി വിഷാദിച്ച് സന്തോഷിച്ച് യേശുവിനെ പകർന്നു കൊടുത്തൊരു മനുഷ്യനാണ്. കാരമസോവിലെ സഹോദരന്മാർ എന്നൊക്കെ പറയുന്ന വിശ്വവിഖ്യാതമായ ഒരു പുസ്തകമൊക്കെ ഉണ്ട് അദ്ദേഹം എഴുതി. ഒരു ആയുസ്സിൽ നിങ്ങൾ ഒരു പുസ്തകമേ വായിക്കുന്നുള്ളെങ്കിലും ഈ ബുക്ക് വായിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ദസ്തയേവ്സ്കി എഴുത്തുകളുടെയും അലച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും അവസാനം മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു സമയമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ മരിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ഭാര്യയായ അന്നെ കിടക്കടുത്തേക്ക് വിളിച്ചു. അന്ന ആരായിരുന്നുവെന്ന് പെരുമ്പടവൻ എഴുതുന്നുണ്ട് ഒരു പുസ്തകത്തിൽ. സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ടല്ലോ, എക്കാലത്തെ മലയാളത്തിലെ ഒരു മനോഹര പുസ്തകമാണ്. അത് ഈ സ്റ്റെനോഗ്രാഫറായിട്ട് ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലേക്ക് വന്ന അന്നയും ദസ്തയേവ്സ്കിയും തമ്മിലുള്ള ജീവിതത്തെ പറ്റി പറയുന്നൊരു പുസ്തകമാണ്. ഭാര്യയായ അന്നയെ കിടക്കടുത്തേക്ക് വിളിക്കുന്നു. 4 മക്കളെയും വിളിക്കുന്നുണ്ട്. ഫയദോർ, അലക്സി, സോഫിയ, ല്യുബ്നോവ് എന്ന് പറയുന്ന 4 മക്കളെയും കിടക്കടുത്തേക്ക് വിളിക്കുന്നുണ്ട്. മരിക്കാൻ പോകുന്ന ഈ അപ്പൻ മകളോട് പറഞ്ഞു, വേദോസ്തം എടുക്കാൻ പറഞ്ഞു. മോള് വേദോസ്തം എടുത്തു. സുവിശേഷത്തിലെ ഒരു ഭാഗം റെഫറൻസ് ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തു. ധൂർത്തനായ മകൻ സമ്പത്ത് ദുർവിനിയോഗം ചെയ്തിട്ട് അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്ന ഒരു ഭാഗമാണ്. ഉറക്ക വായിക്കാൻ പറഞ്ഞു. തുടക്കം മുതൽ അവളത് ഈ മരിക്കാൻ കിടക്കുന്ന അപ്പൻ്റെ കിടക്കയ്ക്കരികിലിരുന്ന് മക്കളും ഭാര്യയും ഈ മനുഷ്യനും കേൾക്കത്തക്ക രീതിയിൽ ഉറക്ക വായിച്ചു. ഒരിടത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, ധനവാനായിരുന്നു. അയാളുടെ മകൻ വീതം പറ്റി പല സ്ഥലങ്ങളിൽ പോയി വേശ്യകളോട് ചേർന്ന് ധനം നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അവസാനം ഈ മകൻ മടങ്ങി വന്നപ്പം അപ്പനിങ്ങനെ അവനെ പട്ടുചേല അണിയിച്ചു, പാദങ്ങൾക്ക് ചെരുപ്പിടിവിച്ചു, വിരലിന് പൊന്മോതിരം അണിയിച്ചു, കാളക്കുട്ടി ചേർത്ത് വിരുന്നു കൊടുത്തു. ഇത് പറഞ്ഞിട്ട് വായന നിർത്താൻ പറഞ്ഞു. എന്നിട്ട് മരിക്കാൻ പോകുന്ന ഈ മനുഷ്യൻ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മക്കളെ ശ്രദ്ധിച്ചു കേട്ടോണം, ഞാൻ പോവുകയാണ്. ജീവിതത്തിൻ്റെ ഏത് യാമത്തിൽ മടങ്ങി വന്നാലും നിങ്ങളെ കൈക്കൊള്ളുന്ന ഒരു അപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. ജീവിതത്തിൻ്റെ ഏത് സമയത്തും ഏത് യാമത്തിലും ഏത് ഇടർച്ചയിലും ഏത് അധപ്പതനത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങി വന്നാലും 2 കൈയും വിരിച്ച് നിങ്ങളെ പുണർന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരപ്പൻ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഞാൻ പോവാണ്, ഞാൻ മരിക്കാൻ പോവാണ്. ഇത്ര മനോഹരമാണ് സ്നേഹമുള്ളവരെ. ഈ അത്തിമരങ്ങളും ഈ സമ്പത്തുമെല്ലാം നശിച്ചാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആനന്ദത്തിൻ്റെ ഒന്നാമത്തെ തലം ഇതാണ്. നിങ്ങൾക്ക് ഏത് നിമിഷവും കർത്താവിലേക്ക് തിരിഞ്ഞു വരാം. ഈ പള്ളിക്കുള്ളിൽ വെച്ച് നിങ്ങൾക്ക് തിരിയാം ദൈവത്തിലേക്ക്. മനസ്സോടെ നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തെ ഒരു വസ്ത്രം പോലെ ഉരിഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് ദൈവത്തിലേക്ക് തിരിയാം. എത്ര ഉപമകളാണ് കർത്താവ് അതിനുവേണ്ടി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3-ാം മണിക്കും 6-ാം മണിക്കും 9-ാം മണിക്കും വന്ന ജോലിക്കാരുടെ ഉപമയുണ്ടല്ലോ. പകലത്തെ വെയിൽ മുഴുവൻ കൊണ്ടവർക്കും
അന്തിയിൽ വെയിലാറി വന്നവർക്കും ഒരേ കൂലി കൊടുത്തപ്പോഴും പറഞ്ഞു, നിനക്ക് തന്നതുപോലെ ഇവനും കൊടുക്കാൻ എനിക്ക് മനസ്സാണ്. ഏത് യാമത്തിലും നമ്മളെ സ്നേഹിക്കുന്ന അളവറ്റ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാനൊരു ക്ഷണമുണ്ട് സ്നേഹമുള്ളവരെ. കുമ്പസാരമൊക്കെ എത്ര മനോഹരമായ പദമാണെന്നറിയാമോ? കുമ്പസാരം, കുമ്പസാരക്കൂട്, കുമ്പസാര ഇടം എന്നൊക്കെ പറയുന്നത്. മലയാളത്തിൻ്റെ എഴുത്തുകാരനായ ഒരു മനുഷ്യൻ MT വാസുദേവൻ നായർ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു ചെറിയ വരിയിൽ അദ്ദേഹം ഒരു കുഞ്ഞു വിലാപം, സങ്കടം പങ്കുവെക്കുന്നുണ്ട്. അമ്പലങ്ങളിൽ കൂടെ കുമ്പസാരക്കൂടുണ്ടായിരുന്നുവെങ്കിൽ, തൊഴുതിറങ്ങുന്ന ക്ഷേത്ര പരിസരങ്ങളിൽ കൂടെ കുമ്പസാരക്കൂടുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഈ ഉള്ളി ചുമന്നുകൊണ്ട് നടക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടിറക്കണ്ടേ? ഭർത്താവിനോട് പറയാൻ പറ്റുന്നില്ല, ഭാര്യയോട് പറയാൻ പറ്റുന്നില്ല, പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല, ഒരു മനുഷ്യനും ഇല്ല. ഇത് എവിടെയെങ്കിലും ഇറക്കണ്ടേ? വെറുതെ നിങ്ങളുടെ പാപത്തിൻ്റെ കെട്ടഴിക്കുന്ന ഇടമാണെന്ന് മാത്രം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് കുമ്പസാരിക്കാം അച്ഛൻ പള്ളി പറയുമ്പോൾ, അല്ലെ സ്നേഹിക്കുന്നവർ പറയുമ്പോൾ നിങ്ങൾ ഈ പാപത്തിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കുർബാനക്രമത്തിൽ ആ പാപങ്ങളുടെ പട്ടികയൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കുമല്ലോ, നമ്മളിൽ ഉള്ളതും ഇല്ലാത്തതും കാര്യങ്ങൾ അതിൽ കൂടെ ഒരു പടി കൂടെ കടന്നതാണ് കേട്ടോ. പൗരസ്ത്യ ചിന്തയിൽ പൗരസ്ത്യ പുരോഹിതന്മാരുടെ കറുത്ത കുപ്പായത്തിൻ്റെ അഗ്രത്തിന് ഇങ്ങനെ ഒരു നീളമുണ്ട്. അതിനെപ്പറ്റി പറയുന്നത്, ഈ കുമ്പസാരിച്ച് കരയുന്ന മനുഷ്യർ അവരുടെ തലയിൽ ഈ പുരോഹിതൻ കൈവെക്കുമ്പോൾ ഇങ്ങനെ കണ്ണീരൊപ്പാൻ ഈ വസ്ത്രത്തിൻ്റെ അഗ്രം ഉപയോഗിച്ചു എന്ന് പറയുന്നൊരു തലം എത്രത്തോളം മനോഹരമാണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോ നിമിഷവും മടങ്ങി വരാൻ കർത്താവ് ഒരുക്കിയ ഇടമാണ്. നമ്മളതിനെ ആണ്ടുകുമ്പസാരം എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തി കളഞ്ഞ. ആണ്ടുകുമ്പസാരം എന്നൊരു കുമ്പസാരമല്ല, അത് പൊതുയോഗത്തിൽ കയറാനുള്ള മെമ്പർഷിപ്പ് പരിപാടി മാത്രമാണ് സ്നേഹമുള്ളവരെ. നിങ്ങളുടെ സങ്കടങ്ങളെ പകർന്നു വെക്കുന്ന ഇടമാണ്. ഓരോ നിമിഷവും ഇങ്ങനെ മടങ്ങി വരുമ്പോഴെങ്ങനെയാണ് ആനന്ദം കിട്ടുന്നേ? വേദപുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, ഈ മുടയനായ ഈ ധൂർത്ത പുത്രൻ ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ വീട്ടിൽ എന്തൊരു സന്തോഷമാണ്. ഇത്രമാത്രം സന്തോഷിക്കാനുണ്ടോ അതിനകത്ത്? അപ്പനെ നോക്കി, അപ്പനെ ശുശ്രൂഷിച്ച് വീട്ടുകാരെ നോക്കി നടക്കുന്ന മൂത്ത മോൻ വന്നപ്പം വീട്ടിൽ ഭയങ്കര സന്തോഷം. ഇന്നേ വരെ കാണാത്ത സന്തോഷമാണ് വീട്ടിൽ. എന്താ കാര്യം ചോദിച്ചപ്പോൾ, നിന്റെ ആ വഴിപിഴച്ച് നടന്നെന്ന് പറഞ്ഞാൽ മോനില്ല, അവൻ മടങ്ങി വന്നു. ചേട്ടാ, അതിനിത്ര സന്തോഷിക്കാൻ, 2 അടി കൊടുത്ത് അവനെ ഓടിക്കാനുള്ളതിന് ഇത്ര സന്തോഷിക്കാനുണ്ടോ? ഇത്ര ഭാഗത്താണ് പറയുന്നത്, മനസ്സ് തിരിയുന്നൊരു പാപിയെ പറ്റി സ്വർഗത്തിൽ സന്തോഷമുണ്ടെന്ന്. അനുതപിക്കുന്നവൻ്റെ സന്തോഷം ഈ ദൈവത്തിൻ്റെ സന്തോഷമാണ് സ്നേഹമുള്ളവരെ. ഈ ആനന്ദ പകർച്ച എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തും നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കാം. നിരാശ പകർന്നു കൊടുക്കാം, ദൂഷ്യം പകർന്നു കൊടുക്കാം, നിങ്ങൾക്ക് സന്തോഷവും പകർന്നു കൊടുക്കാം. നിങ്ങളൊക്കെ വിവാഹം കഴിച്ച് നിങ്ങളെല്ലാവരും പുതിയകാവുകാരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളിവിടെ ഉള്ളവരല്ല, നിങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച് ഈ പ്രദേശത്തേക്കൊക്കെ വന്നവരാണ്. നിങ്ങളുടെ ഒരു വീടുണ്ടല്ലോ, നിങ്ങളുടെ ഒരു അമ്മ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് പ്രായമായി കിടപ്പാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലെ 100 കൂട്ടം പരാധീനതയ്ക്കിടയിൽ മക്കളുടെ പ്രയാസങ്ങൾ, ഭർത്താവിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ, കുടുംബത്തിലെ ചെറിയ ചെറിയ ഈ സ്വരച്ചേർച്ച, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. അങ്ങനെ ബസ് പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ പോകും. നിങ്ങളുടെ അമ്മ കിടപ്പാണ്, ഒരു വാക്കുപോലും മിണ്ടാൻ പറ്റാതെ കിടപ്പാണ്. മരുന്നുകളുടെയും കഷായത്തിൻ്റെയും മണമുള്ള മുറിയിൽ നിങ്ങൾ ആ കിടക്കയുടെ അടുത്ത് പോയിരുന്ന് ചുക്കിച്ചൊളിഞ്ഞൊട്ടിയ അമ്മയുടെ കൈ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ചു നേരം നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പറയുന്ന വഴിക്ക് ഈ കിടക്കുന്ന കിടപ്പിൽ അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട്, ഒരു കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ തലോടുന്നുണ്ട്, സംസാരിക്കാനാവതില്ല. എന്നിട്ടും വൈകുന്നേരം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പം നിങ്ങൾ വന്ന ആളല്ല മടങ്ങിപ്പോകുന്നത്. അപ്പൻ്റെയും അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസ പകർച്ച, ഒരു ആനന്ദ പകർച്ചയുണ്ട് സ്നേഹമുള്ളവർ. പണ്ടൊരു പെൺകുട്ടി അവളുടെ അപ്പനെ ഓർമ്മിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു മുസ്ലിം കുട്ടിയാണ്, ഒരു ഉമ്മച്ചിക്കുട്ടിയാണ്. അവളിങ്ങനെ കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് ഇങ്ങനെ വിരുന്നിന് പോവാം വീടുകളിൽ. അന്നേരം ചില വീടുകളിൽ ഈ അപ്പനെയും അമ്മയും കൂടെ വിളിക്കും, ഇവരുടെ മാതാപിതാക്കളെ കൂടെ വിളിക്കും. ഇങ്ങനെ മാതാപിതാക്കൾ ഉൾപ്പെടെ പുതിയ കുയ്യാപ്പിളയുമായിട്ട് കെട്ടിയവനുമായിട്ട് ഇങ്ങനെ വീട്ടിൽ വിരുന്നുണ്ണാൻ ചെന്നപ്പോൾ ഒരു വീട്ടിൽ ഇങ്ങനെ വിളമ്പിയത് ഈ ഞണ്ടിനെ പാകം വെച്ചാൽ കൊടുത്ത്. ഞണ്ടൊന്നും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതെന്നല്ല, അതൊരു രീതിയാണ്. ഇതിങ്ങനെ പൊട്ടിച്ച് തോട് പൊട്ടിച്ചെടുക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ രുചികരമായ മാംസം എടുക്കണം. എത്ര ശ്രമിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് ഇത് പറ്റുന്നില്ല. ഭർത്താവും അവന് കിട്ടിയത് ഇങ്ങനെ കഴിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൻ ഇത് ശ്രദ്ധിച്ചു. അപ്പം കഴിപ്പ് നിർത്തി മോളുടെ അടുക്ക വന്ന് ഇങ്ങനെ പാത്രം മേടിച്ച് ഞണ്ടിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ തോട് പൊട്ടിച്ച് മാംസളമായ ഭാഗം എടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു.
ആ എഴുത്തിൻ്റെ അവസാനം ഈ പെൺകുട്ടി പറഞ്ഞത്, ഇതാണ് അപ്പൻ. ജീവിതത്തിലെ എല്ലാ ദുരനുഭവങ്ങളുടെയും കഠിന പുറന്തോട് ഇങ്ങനെ പൊട്ടിച്ച് 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 ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്നേഹം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഒരപ്പൻ. അപ്പൻ്റെ അമ്മയുടെ അടുക്ക ചെല്ലുമ്പോൾ ഈ ഒരു ആനന്ദ പകർച്ച നമുക്ക് സംഭവിക്കുന്നുണ്ട്. കുംഭസാരത്തിലും അനുതാപത്തിലും ഇതാണ് സ്നേഹമുള്ളവരെ സംഭവിക്കുന്നത്. 99 ആടിനെയും വിട്ടിട്ട് മുൾപ്പടർപ്പിൻ്റെ ഇടയിൽ ഈ ഇടയൻ പോയി ഒരു ആടിനെ എടുക്കുന്നുണ്ട്. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് 100 പേരിൽ നിന്ന് ഈ ഒരു ആട് ഒറ്റയ്ക്കായി പോയെ? ഒത്തിരി മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഒറ്റയ്ക്കാവുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നടക്കുന്നവർ, ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ, ഒറ്റയ്ക്ക് കരയുന്നവർ, ഒറ്റയ്ക്ക് ജീവൻ ഒടുക്കുന്നവർ. എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഒറ്റയ്ക്കാവുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ കാണാതായ ആടിനെ പറ്റി ഉണ്ടായ ഒരുപാട് ഫാൻറ്റസി കഥകളിലും കവിതകളിലും ഒക്കെ പറയുന്ന കാരണങ്ങൾ ഒന്ന് പറയുന്നത്, ഈ ആട്ടിൻകുട്ടിക്ക് ഒരു മുടന്തുണ്ടായിരുന്നു. ഇതിങ്ങനെ മറ്റാടുകളുടെ കൂടെ മുടന്തി നടന്നൊപ്പം എത്താൻ പറ്റാതെ വഴിതെറ്റിപ്പോയതാണെന്ന് പറയുന്നു. അതിന് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തുമായിക്കൊള്ളട്ടെ, 99 അവിടെ വിട്ടേച്ച് അപ്പൻ വന്നു, ഇടയൻ വന്നു, ഇതിനിങ്ങനെ വാരിയെടുത്തു. ആ ഉപമയോട് ചേർത്താണ് ഈ സ്വർഗത്തിലെ സന്തോഷത്തെ പറ്റിയൊക്കെ പറയുന്നത്. ഇതിനെ ഇങ്ങനെ വാരിയെടുത്ത് നെഞ്ചത്തോട് ചേർത്ത് വെക്കുമ്പം ഈ ഇടയൻ അനുഭവിക്കുന്ന സന്തോഷ ആഹ്ലാദമാണ് ഈ ആട്ടിൻകുട്ടിയിലേക്ക് ഇങ്ങനെ പകരുന്നത്. ഇത് മാത്രമാണ് അനുതാപം എന്ന് പറഞ്ഞാൽ. അല്ല, നിങ്ങൾ വേറൊന്നും. നമുക്കൊക്കെ ഒരു ചില മിഥ്യാധാരണ കടന്നുപോയിട്ടുണ്ട്. അനുതപിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ചാ കൊടുക്കുന്നു, വെണ്ണീർ വാരുന്നു, നിങ്ങൾ ഉപവസിക്കുന്നു, നിങ്ങൾ മുഴങ്കാലം, ഒറ്റ വാക്ക് പറഞ്ഞാൽ ദുരിതമാണെന്നൊരു ചിന്ത എങ്ങനെ കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ പിതാക്കന്മാർ അനുഷ്ഠിച്ചതാണ്. ഓക്കെ, അതാണ് വഴി, ആയിക്കോട്ടെ. പക്ഷെ അതിൻ്റെ വഴി അവസാനം അതല്ല. അനുതാപം ഒരു ഏറ്റവും മനോഹരമായൊരു പദമാണ് സ്നേഹമുള്ളവരെ. ജീവിതത്തിൻ്റെ ഏത് നിമിഷവും എൻ്റെ കർത്താവെ, നിന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇനി ഞാൻ നിന്നെ അറിയാം, എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ആനന്ദം ഇങ്ങനെ സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് നമ്മളിലേക്ക് പെയ്തിറങ്ങും. സ്നേഹമുള്ളവരെ, എന്ത് ദുരിതങ്ങൾ പറ്റിയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും എന്ന് ഹബക്കൂക്കും പരിശുദ്ധ പൗലോസ്ലീഹായും വേദപുസ്തക പിതാക്കന്മാരും പറയുന്നെങ്കിൽ ആനന്ദത്തിൻ്റെ തലം ഇതാണ്. ഏതു നിമിഷവും നിങ്ങൾ മടങ്ങി വരുന്നതും കാത്ത് ഒരപ്പനുണ്ട്. അപ്പന് തന്നെ നിങ്ങൾ വിളിച്ച് പഠിക്കണം ദൈവത്തെ. നിങ്ങൾ വേറൊരു പദവും വിളിക്കുന്നത് കർത്താവിന് അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കാരുണ്യവാനെന്നോ സൽഗുണ സമ്പൂർണനെന്നോ മഹാകൃപയുള്ള, നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ എത്ര വിവരണങ്ങളാണ്. ഒറ്റ വാക്ക് വിളി നിങ്ങൾ മനസ്സിൽ, അപ്പാന്ന് വിളി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനെ എന്താണോ വിളിക്കുന്നത്? നിങ്ങൾ ചാച്ചാന്നാണോ വിളിക്കുന്നത്? നിങ്ങൾ അച്ചാന്നാണോ വിളിക്കുന്നത്? അച്ചായാന്നാണോ വിളിക്കുന്നത്? കണ്ണടച്ച് പള്ളി വന്ന മദ്ബഹായിലോട്ട് നോക്കി, എൻ്റെ അച്ചായ, എൻ്റെ അപ്പ, എൻ്റെ ചാച്ച. നിങ്ങളുടെ ഭാരം ഇറങ്ങും. ഇതാണ് ആനന്ദത്തിൻ്റെ ഒന്നാമത്തെ തലം. ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ ഹാനോക്ക് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ കാണുന്നുണ്ട്. ഹാനോക്കിനെ പറ്റി ഒരൊറ്റ വർണ്ണനയേ ഉള്ളൂ. ഇങ്ങനെ ആയുസുള്ള നാൾ മുഴുവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്ന് പറയുന്നു. അതിന് വേറൊരു തലം കൂടെ ഉണ്ട്. ദൈവം ഈ മനുഷ്യൻ്റെ കൂടെയായിരുന്നു. സഹയാത്രികൻ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, സഹയാത്രികൻ. എത്ര മനോഹരമാണ്. ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ ഹവ്വായി വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ദൈവം ഒരു വൈകുന്നേര നടത്തത്തിന് വരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞും കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഏദൻ്റെ മരച്ചില്ലുകൾക്കിടയിൽ കൂടെ തോട്ടത്തിനിടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എമ്മവൂസിലേക്ക് ചെല്ലുമ്പോൾ ഈ നടപ്പ് നിങ്ങൾ കാണുന്നുണ്ട്. 2-3 ശിഷ്യന്മാരിങ്ങനെ സങ്കടപ്പെട്ടു പോകുമ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുക. കർത്താവിലുള്ള ആനന്ദത്തിൻ്റെ മറ്റൊരു തലം ഇതാണ് സ്നേഹമുള്ളവരെ. നമ്മുടെ കൂടെ ഇരിക്കും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. വെറുതെ കൂടെ ഇരിക്കുമല്ല, നിങ്ങളെ അറിഞ്ഞ് നിങ്ങളുടെ കൂടെ ഇരിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ആശുപത്രിയിൽ ഒരു അച്ഛനെ കാണാനായിട്ട് പോയി. നിങ്ങൾക്ക് പേര് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. രാജു പറക്കോട്ട് അച്ഛൻ എന്ന് പറയുന്ന നമ്മുടെ സുറിയാനി പണ്ഡിതനായ ഒരു വൈദികനാണ്. അർബുദ രോഗം കൊണ്ട് അദ്ദേഹം അങ്ങേയറ്റം ക്ലേശിച്ചിരിക്കുന്നൊരു സമയത്താണ് ആശുപത്രിയിൽ ഈ അവിവാഹിതനായ പുരോഹിതനെ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങേയറ്റം അർബുദം വന്ന് തകർന്നടിഞ്ഞിരിക്കുന്നൊരു സമയമാണ്. ആഹാരം പോലും ഇറക്കാൻ പറ്റാതെ ദുരിതത്തിലിരിക്കുന്നൊരു സമയമാണ്. ഈ അച്ഛനെ കാണാൻ മാസങ്ങളോളം പുഷ്പവരിയുടെ ആശുപത്രി മുറിയിൽ ഇങ്ങനെ മാസങ്ങളോളം കഴിഞ്ഞൊരു സമയം ഈ അച്ഛനെ ശുശ്രൂഷിക്കുന്നത് ജ്യേഷ്ഠനാണ്.
എനിക്ക് തോന്നുന്നു സെമിനാരിയിൽ നിന്നോ അല്ലെങ്കിൽ ജോലി നടത്തുന്നോ മറ്റാരെയും കിട്ടാഞ്ഞിട്ടല്ല, ഈ ചേട്ടനാണ് ഇങ്ങനെ ഈ അച്ഛനെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത്. ചൂടുവെള്ളം കൊടുത്തും ആഹാരം കൊടുത്തും ദേഹം തുടച്ചും കുടുംബം വിട്ടു കൂടെ വന്നിരിക്കുന്ന ഒരു ചേട്ടൻ. ഈ അറിഞ്ഞു കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് സ്നേഹമുള്ളവരെ. നമ്മളും ഒന്ന് ആശുപത്രി കടന്നുപോയാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ രീതികളും അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ അറിഞ്ഞു കൂടെ ഇരിക്കുന്ന അവസ്ഥ, അതിൻ്റെ ആനന്ദം കർത്താവ് നമുക്ക് തരുന്നുണ്ട് സ്നേഹമുള്ളവരെ. ഇമ്മാനുവേൽ എന്നൊരു പദം വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പ്രവചനങ്ങളിൽ യേശുവിനെ പറ്റി പറയുമ്പം അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ അവൻ്റെ സ്വഭാവമാണ്. എന്താണ് കർത്താവിൻ്റെ സ്വഭാവം? അവൻ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കും. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കർത്താവ് ഇങ്ങനെ കൂരിരുളിൻ്റെ താഴ്വരയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. വെള്ളമില്ലാതെ കണ്ണുനീരിൻ്റെ ഉപ്പ് ഇങ്ങനെ രുചിച്ച് കാലിൽ മുള്ളുകൊണ്ട് മുറിഞ്ഞ് ഒരു മനുഷ്യനും നമ്മളെ സഹായിക്കാനില്ലാതെ കാലിടറി തപ്പിത്തടഞ്ഞ് ഇങ്ങനെ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ പേടിക്കത്തില്ല, കാരണം നീ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ 5 നേരം നിസ്കരിക്കാൻ വേണ്ടി പള്ളി ബാങ്ക് വിളിച്ചു പോകുമ്പം അവർക്കൊരു വിശ്വാസമുണ്ട്. ഒരു മനുഷ്യൻ്റെ കഴുത്തിലൂടെ ഓടുന്ന ഒരു പ്രധാനപ്പെട്ട ഞരമ്പുണ്ട്. ആ ഞരമ്പിനെക്കാട്ടിലും അടുത്താണ് അള്ളാഹു നിന്റെ ജീവിതത്തോട് പറ്റിയിരിക്കുന്നതെന്നൊരു പഠിപ്പിക്കൽ അവരുടെ പള്ളികളിൽ നടക്കാറുണ്ട്. നിസ്കരിക്കാൻ വരുന്ന മനുഷ്യരോട് അവർ പറഞ്ഞു കൊടുക്കുന്നതാണ്, നിന്റെ തലച്ചോറിനെയും ശരീരത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഞരമ്പുണ്ടല്ലോ, രക്തക്കുഴൽ, അതിനെക്കാട്ടിലും പടച്ച തമ്പുരാൻ നിന്നോട് ചേർന്നിരിപ്പുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു മുടിനാര് പോലും ആകാശത്തിലെ അപ്പനറിയാതെ കൊഴിയത്തില്ലെന്ന് പറഞ്ഞാൽ ഈ ചീപ്പയെന്നൊക്കെ മുടി ഇങ്ങനെ ചുരുട്ടി എറിയുമ്പോൾ എന്തൊരു വിഷമോ. ഈ ഒരു തലം ജീവിതത്തിലുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലം, ഈ കഴിഞ്ഞ മഞ്ഞുകാലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബലം പകർന്ന ഒരു തിരുവചനമാണ് ഞാൻ എൻ്റെ അമ്മമാരോട് പറഞ്ഞു തന്നെ. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിവള്ളി കായ്ക്കുന്നില്ലെങ്കിലും, ഒലിവ് വൃക്ഷം ഫലം തരുന്നില്ലെങ്കിലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, തൊഴുത്തിൽ പശുക്കളില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്തും എൻ്റെ ജീവിതത്തിൽ വരട്ടെ, എന്തും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും. അതിജീവിക്കാൻ കഴിയാത്ത സങ്കടങ്ങളോ മനസ്സിനിടർച്ച വരുത്തുന്ന പ്രയാസങ്ങളോ നഷ്ടങ്ങളോ നിങ്ങൾക്ക് വരട്ടെ, സാരമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അച്ഛൻ എന്താ കുഴപ്പമോ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ കുടിക്കുന്ന ദുഃഖത്തിൻ്റെ കാസ നിങ്ങളോട് ചേർന്ന് കുടിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. ആ ദുഃഖത്തിൻ്റെ കാസ നുണഞ്ഞിറങ്ങിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തു നഷ്ടവും ജീവിതത്തിൽ വരട്ടെ, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്താണ് ഈ ആനന്ദത്തിൻ്റെ തലങ്ങൾ? മടങ്ങി വരുന്ന നിങ്ങളെ കാത്ത് ഒരു ദൈവമുണ്ട് ജീവിതത്തിൻ്റെ ഏത് നിമിഷവും. അതാണ് പറയുന്നത്, എവരി സെയിൻ ഹാസ് എ പാസ്റ്റ് ആൻഡ് എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. എല്ലാ പുണ്യാളന്മാർക്കും ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു, എല്ലാ പാപിക്കും ഒരു വരും കാലമുണ്ട്. നിങ്ങളെടുക്കുന്ന തീരുമാനത്തിലാണ് നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, ഏത് യാമത്തി മടങ്ങി വന്നാലും കരങ്ങൾ വിരിച്ചൊരപ്പൻ ഇവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുപോലെ ഈ പള്ളി വിട്ടിറങ്ങുമ്പോഴും നിങ്ങൾ ചെരുപ്പിട്ട് ഈ വെയിലത്ത് നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പം എമ്മാവൂസിലെ സാധു മനുഷ്യരുടെ കൂടെ തോൾ ചേർന്ന് നടന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ തോളോട് ചേർന്ന് വരുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്, നിങ്ങളോട് ഇവിടെ പാർക്കുന്നുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും മരണത്തോളം ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. അത് നമ്മുടെ വ്രതമാണ്, അത് നമ്മുടെ തീരുമാനമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.